സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. नमः। ओम पुण्याय नमः। ओम ब्रह्मण्याय नमः। ओम ब्राह्मण प्रियाय नमः। ओम वंशवृद्धिकराय नमः। ओम वेदवेद्याय नमः। ओम अक्षयफलप्रदाय नमः। ओम ब्राह्मण्यत्वादिने नमः। ओम ग्रीष्मैरथमायितेः कालेन्द्रविश्वभावत्रेः इन्द्रायाकितकस्यैव ब्रह्मण्यो ब्रह्मण्यो മുരുക, എന്താ കുട്ടിയെ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ വിശേഷം? എനിക്ക് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് സെലക്ഷൻ കിട്ടി തിരുമേനി. ആണോ? നന്നായി വരൂട്ടോ. മുരുക, നാളെ തന്നെ ചെന്നൈ പോകണം. ഒരു പ്രശ്നമില്ലാതെ ജോലിക്ക് കയറണം. അവിടെ നല്ലൊരു പേരുണ്ടാക്കണം. അധികം വൈകാതെ നല്ലൊരു പ്രൊമോഷൻ കിട്ടി പെട്ടെന്ന് ലൈഫിൽ സെറ്റിൽ ആവണം. ഇതാ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വെച്ച് പെട്ടെന്ന് പുഷ്പാഞ്ജലി നടത്തി. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. എന്താ ഇത്? ഇവിടുത്തെ ഡ്രസ്സൊക്കെ അവിടെ? ഷടാ, വാച്ചും മോതിരം പെട്ടിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വെച്ച സാധനങ്ങളൊക്കെ അവിടെ പോയി? ഇനി വല്ല കള്ളന്മാര് കയറിയതാണോ? മുത്തശ്ശി, 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 ഇവിടെ കിടക്കാണല്ലേ? അതെ കിളവി, എനിക്ക് 10 മിനിറ്റിൽ ഇറങ്ങണം. അവിടെ തുണി സാധനങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങളിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എങ്ങനെ? ഒന്ന് എണീറ്റേ. പെട്ടി, ഷൂ, വാച്ച്, മോതിരം എല്ലാം അവിടെ ഉണ്ടല്ലോ. അതെ കിളവി, എന്റെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. അല്ല, ഇന്ന് എന്താ പറ്റി? എനിക്ക് പോവാനുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ മഹാറാണിയെ പോലെ കാലു നീട്ടി സുഖമായിട്ട് കിടക്കുക.
പോകാൻ പാടില്ലെന്ന് പറഞ്ഞാ പോകാൻ പാടില്ല. എന്നോട് പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവാതിരിക്കുന്ന വേണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞ് അയക്കാൻ നോക്ക്. ഗുഡ് ബൈ. എടാ മോനെ, വേണ്ടടാ, പറയുന്നത് കേക്കടാ. മുത്തശ്ശി ഒറ്റയ്ക്കാക്കിട്ട് പോകല്ലേടാ. ജോലിക്കല്ലേ പോകുന്നു മുത്തശ്ശി? ഡാ, നീ ജോലിക്ക് പോയിട്ട് വേണോടാ കാശ് സമ്പാദിക്കാൻ. ആദ്യം അനുഗ്രഹിച്ച് പറഞ്ഞയക്ക്. പിന്നെ ഈ പോന്ന കല്യാണ ചെറുക്കനാണല്ലോ നിന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കാൻ. ജോലി എന്ന് പറയുന്ന അത്യാവശ്യമുള്ള കാര്യല്ലേ? കല്യാണം കഴിക്കുന്നതാണ് ശരിക്കും അത്യാവശ്യം. ഇങ്ങനെ ജോലി ജോലി എന്ന് പറഞ്ഞ് എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാ കല്യാണം കഴിക്കുന്ന എപ്പോഴാ മോനെ? നോക്കു മുത്തശ്ശി, ഞാൻ എത്രയോ തവണ പറഞ്ഞതാ, വീണ്ടും ഞാൻ പറയാം. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവളെ ഞാൻ കാണുമ്പോൾ, അവളുടെ സൗന്ദര്യം കാണുമ്പോൾ തന്നെ മയങ്ങി ബോധം കെട്ട് അവിടെ തന്നെ വീഴണം. അങ്ങനെ ഒരു കുട്ടിയെ എന്ന് ഞാൻ കാണുന്നോ അന്നാണ് എൻ്റെ കല്യാണം. അതെ, ഇതൊക്കെയാണോ നിങ്ങൾ ബാങ്കിൽ വരുന്ന സമയം? എനിക്കെങ്ങാനും ദേഷ്യം വന്നാലുണ്ടല്ലോ, ഒരു ഒറ്റ മാസത്തെ ശമ്പളം ഞാൻ എല്ലാത്തിന്റെയും കയ്യിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. പറഞ്ഞേക്കാം കേട്ടോ. എക്സ്ക്യൂസ് മീ, യെസ്, ഐ എം ജീവ. ഐ ആം ലോനപ്പൻ, ദി ഗ്രേറ്റ് മാനേജർ ഓഫ് ദിസ് ബാങ്ക്. ഹു ആർ യു? നിങ്ങളെ തൂക്കിയെറിഞ്ഞ് നിങ്ങളുടെ പോസ്റ്റിലേക്ക് വരാൻ പോകുന്ന ആള് ഞാനാണ്. മാനേജർ? നീ മാനേജരോ? ഭയങ്കര മാനേജർ തന്നെ. നിന്നെ അല്ല പറയണ്ടേ, നിന്നെ അപ്പോയിന്റ് ചെയ്തില്ലേ അവനെയാ പറയണ്ടേ. വെറുതെ കയ്യിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്ററും പിടിച്ചോണ്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്ക് എന്ത് എക്സ്പീരിയൻസാ ഉള്ളത്? നാളെ നീ ചെയ്യുന്ന അബദ്ധത്തിനൊക്കെ ബാക്കിയുള്ളവന്റെ മുടിയല്ലേ കൊഴിയുന്നേ. അതിരിക്കട്ടെ, ഈ ബാങ്കിനെ കുറിച്ച് നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ മാനേജറായിട്ട് ഇരിക്കാൻ പോകുന്നത്? ടെൽമി. ഇവിടെ സ്വർണത്തിന്റെ പേരിൽ കൊടുത്ത ലോൺ 25 ലക്ഷം, വണ്ടി വാങ്ങാൻ കൊടുത്ത ലോൺ 80 ലക്ഷം, വീട് വെക്കാൻ കൊടുത്ത ലോൺ 2,40,00,000, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 10.5%, പ്രൊഡക്ഷൻ ഡെപ്പോസിറ്റ് 19.5%, റിക്കറിംഗ് ഡെപ്പോസിറ്റ് 16.5%. ഇൻ ടോട്ടൽ ബാങ്കിന് നെറ്റ് ലോസ് 25 lakhs. അതുകൊണ്ടാണ് നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റിലേക്ക് എന്നെ അപ്പോയിന്റ് ചെയ്തത്. എന്റെ തമ്പുരാനെ, ബാങ്കിന്റെ അസ്ഥിവാരം വരെ തോണ്ടി കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണല്ലേ. അപ്പൊ അല്ല, മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഡോ കഷണ്ടി, ഞാൻ പോയി എല്ലാ ഫയൽസും റെക്കോർഡ്സും എടുത്ത് എന്റെ റൂമിലേക്ക് വാ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഭഗവാനെ വിഘ്നേശ്വര, എല്ലാരെ നീ തന്നെ കാത്തോണേ. ഈ രൂപിണിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാ. എന്റെ അടുത്ത് ജോലി ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും തന്നെ സ്ട്രിക്റ്റ് ആയി, ആത്മാർത്ഥമായി, കള്ളം പറയാതെ നന്നായി ജോലി ചെയ്യണം. അതാ എന്റെ പോളിസി. മാഡം, ഇന്നൊരു ദിവസം ലീവ് തരുമോ? എന്തിനാ? ഇന്ന് പെണ്ണ് കാണാൻ ആളുകൾ വരുന്നുണ്ട്. നോ, നീ നിന്റെ കാമുകന്റെ കൂടെ പുതുതായി ഇറങ്ങിയ പടത്തിന്റെ നൂൺ ഷോയ്ക്ക് പോവാന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യ. 2 ടിക്കറ്റ് വേസ്റ്റ്. ദിവ്യ, ദിവ്യ, ഹേമ മാഡം ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. പുതിയ സാരീസ് ഒക്കെ സെലക്ട് ചെയ്ത് നിന്നോട് കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുക. അവർക്ക് നിന്നെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാലോ നീ. മന്ത്രിയുടെ ഭാര്യ തന്നെ വശത്താക്കിയല്ലേ? താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ സർ. जी माफ कीजिए. സാരമില്ല, നിങ്ങൾ പോക്കോ, ഞാൻ എടുത്തോളാം. ചെല്. ഹലോ, ഹായ്. ഹലോ. ഇവിടെയുള്ള മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഒപ്പം ഹിന്ദിയും സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഗ്രാമീണതയുടെ അഴകിൽ ഒഴുകി നടന്നിരുന്ന ഞാൻ വാടക കൊടുക്കാനാവാതെയും അയൽവക്കത്ത് താമസിച്ചിരുന്ന സഹോദരന്മാരുടെ കുത്തിക്കുത്തിയുള്ള സംസാരങ്ങളും ടോർച്ചറിങ്ങും താങ്ങാനാവാതെയും
അവിടെ നിന്നിറങ്ങി എന്റെ കൽപ്പനകളുടെ മായാ ലോകത്തെത്തിയിരിക്കുകയാണ്. ഐ ആം ദ ഗ്രേറ്റ് ഡയറക്ടർ ജെയിംസ് തോംസൺ. വലിയൊരു ഡയറക്ടർ ആകാൻ വേണ്ടി ഈ കോളനിയിലേക്ക് വന്നതാ. എനിക്ക് നവരസങ്ങളുള്ള ഒരു കഥ വേണം. ഈ കോളനിയിലെ വിചിത്ര സ്വഭാവമുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് ഞാൻ കോമഡി സെന്റിമെന്റ്സ് കലർന്നൊരു ലവ് സ്റ്റോറി എഴുതാൻ പോവാ. എന്റെ സിനിമാ ജീവിതത്തില് ഈ മഹാന്മാരെന്നെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ഈ മഹാന്മാരുണ്ടാക്കിയെടുത്ത ചരിത്രങ്ങൾ ഒന്നും തന്നെ ഇവിടുന്ന് മാഞ്ഞു പോകുന്നതല്ല. ഞാനും ഒരു മഹാനാണെന്ന നിലയിൽ ഈ കോളനിയിലുള്ള ചില ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആദ്യത്തെ ക്യാരക്ടറിന്റെ എൻട്രി. ഹലോ, ഞാൻ ജാക്സനാ. അതെ, മൈക്കിൾ ജാക്സൺ തന്നെയാ സംസാരിക്കുന്നേ. തന്ന ഡ്രസ്സൊക്കെ ഇന്ന് വൈകുന്നേരം തന്നെ ഡെലിവറി ചെയ്തേക്കാം. ക്യാഷ് കൊടുത്തു വിട്ടേക്കെ. എന്താ, ചെക്കോ? അയ്യോ, ചെക്കൊന്നും വേണ്ട. ഇൻകം ടാക്സിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ കർച്ചീഫിന്റെ കാശില്ലേ, അതിന് മാത്രം ചെക്ക് തന്നിട്ട് ബാക്കിയൊക്കെ ക്യാഷ് ആയിട്ട് തന്നാ മതി കേട്ടോ. ഹലോ സാവിത്രി മാഡം, ജാക്സൺ തുണിയുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ക്യാഷുമായിട്ട് എൻട്രി ചെയ്തോളൂ. എന്താ ജാക്സൺ ഇത്ര ലേറ്റ് ആയേ? എന്റെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയൊക്കെയാ ഞാൻ നിനക്ക് വാഷ് ചെയ്യാൻ തന്നത്. ഇനി ഞാൻ ഏത് സാരി എടുത്തോണ്ട് ഓഫീസിലേക്ക് പോകുന്ന ഒരു പിടിയില്ല. നിങ്ങൾ കാരണം ഞാൻ ഓഫീസിലേക്ക് പോവാതെ 2 ദിവസം ലീവ് എടുത്തു. നിങ്ങൾക്ക് എന്തിന്റെ കുറവാ മാഡം? നൈറ്റ് ഇട്ട് നിൽക്കുമ്പോ രമ്പയുടെ ലുക്കല്ലേ. സൈഡിൽ നോക്കിയാ മാധുരി ദീക്ഷിത്. താങ്ക്സ്. ഇതാ, എങ്ങനെയുണ്ട് എന്റെ വാഷിംഗ്? വാഷിംഗ് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ റേറ്റിംഗ് മാത്രം വളരെ കൂടുതലാ. എന്താ മാഡം ഇത്? എന്റെ വണ്ടി നിസ്സാര വണ്ടിയാണോ? ടേപ്പ് റിക്കാർഡറുണ്ട്, TV വെച്ചിട്ടുണ്ട്, AC ഉണ്ട്, നോൺ AC ഉണ്ട്, സെല്ലുലാർ ഫോൺ ഉണ്ട്. ഇതിനൊക്കെ നല്ല ചെലവാവൂലേ? ജാക്സൺ, ഞാൻ ആർമിയിൽ നിന്നും റിട്ടയർ ആയ മേജറാണ്. ഈ കോളനി അസോസിയേഷൻ പ്രസിഡന്റ്. ഞാൻ ആകെ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കാറ്. അതിനിടയിൽ നീ ഇവിടെ എന്തിനാണ് സെല്ലുലാർ കണകുണ എന്നൊക്കെ പറയുന്നത്? ഒന്ന് നിർത്ത് സാർ. കുറെ നാളായിട്ട് കാണുക. റിട്ടയർ ആയ അന്ന് മുതൽ ഒറ്റ ഡ്രസ്സാ. അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. എന്തൊരു നാറ്റമായത്. ഒരു പ്രാവശ്യം ഇതൊന്നും ഊരി എന്റെ കയ്യിലേക്ക് താ. ഫോറിൻ സെന്റ് അടിച്ച ബിസ്ലറി വാട്ടറിൽ വാഷ് ചെയ്ത് ഞാൻ അങ്ങോട്ട് തന്നാലുണ്ടല്ലോ സാറിന് അറ്റാക്ക് വരും. എന്താ? അറ്റാക്കിനെ കുറിച്ച് നീ എന്റെ അടുത്ത് സംസാരിക്കണ്ട. ഇങ്ങനെ തന്നെയാണ്. ചൈനയിൽ വാർ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ബോംബിട്ട് കളിക്കുകയായിരുന്നു. അടുത്ത് നിന്നവരൊക്കെ മൂക്കുമൊത്തി കാണും. ഈ ബോംബിനെ കുറിച്ചല്ല പറഞ്ഞത്, യുദ്ധത്തിലിടുന്ന വാർ ബോംബ്. അയ്യോ, എന്റെ അമ്മോ. എടി നിർത്തടി. എന്തിനാ ഈ 32 പല്ലും കാണിച്ച് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുന്നേ? എടി, മേത്ത് കിടന്ന തുണി താഴെ പോയത് പോലും അറിയാതെ കിടന്ന് ചിരിച്ചുല്ലസിക്കുകയാണല്ലേ? കുനിഞ്ഞെടുക്കടി. നിക്ക്, ഞാൻ തന്നെ എടുക്കാം. എന്നാ മൂടങ്ങോട്ട്. മേത്തേക്കിട്ട് അങ്ങോട്ട് കവർ ചെയ്യേ. നന്നായിട്ട് അങ്ങോട്ട് കവർ ചെയ്യടി. ചെയ്തല്ലോ. എന്നാ പിന്നെ അകത്ത് കയറി പൊക്കൂടെ? എടാ ഉണ്ടാക്കണ്ണ. തുണി കൊടുത്തു കഴിഞ്ഞാ പിന്നെ അടുത്ത വീട്ടിലേക്ക് പോവുകയല്ലേ ചെയ്യണ്ടേ? ഇവിടെ എന്താ കേബിൾ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ തുറച്ചു നോക്കിക്കാൻ? പോടാ. എടി പെണ്ണെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പൈസ കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. ഞാൻ ഈ പെണ്ണുങ്ങളോട് മുഴുവനായിട്ട് ചോദിക്കുക, ഈ പൈസ വെക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇത് നൈറ്റി, അത് ഡേർട്ടി. അകത്തേക്ക് പോടി. പോവാണ്. എടാ, നീ എന്തിനാ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നേ? അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഇടയ്ക്കിടയ്ക്ക് സാറ് മാഡത്തിന് വഴക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ആവശ്യമില്ലാത്ത ഇടപെടല്ലേ? സംശയരോഗം ശരിയല്ല സാറേ. അല്ല, സാറിന്റെ ഭാര്യ എവിടെ പോയാലും സാർ എന്തിനാ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? കാരണം അവൾ ഉടുത്തിരിക്കുന്നതെല്ലാം കോസ്റ്റ്ലി സാരികളാ. തറയിൽ എങ്ങനെ ഇരുന്ന ചുളുങ്ങി പോകണ്ടെന്ന് കരുതിയ പിന്നാലെ നടക്കുന്നേ. അതൊന്നും അല്ല കാര്യം. സാറിന്റെ ഭാര്യ സാറിന് സംശയമാണല്ലേ? കോളനിക്കാര് മുഴുവൻ കോളനിക്കാര് പറഞ്ഞ കഥയാണോ നീ ഉണ്ടാക്കിയെടുത്ത കഥയാണോ? ഹലോ, അതെ, റോജയുടെ വീടാണോ? എടാ ഓവർ ആക്ട് ചെയ്ത് ഇങ്ങനെ നശിപ്പിക്കാതാ. ശബ്ദം വരാതെ നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സെല്ലുലാർ ഫോണാ. ലേഡീസിന് ഭയങ്കര ഇഷ്ടമാണ്. ലേഡീസിന് ഒരുപാട് ഇഷ്ടമാണ്. ഈ ലേഡീസിന് ഇഷ്ടമുള്ള സാധനം നീ കൊണ്ടു നടക്കണ്ട. വന്നല്ലോ സാധനം. ലുക്ക്, ദിസ് കോളനി ഈസ് മൈ കൺട്രി. ഇതിന്റെ സംരക്ഷണ ചുമതല എനിക്കാണ്. ഇനി മറ്റൊരു കാര്യം, നിന്റെ ഭാര്യ വളരെ നല്ലവളാണ്. അവളെ ആവശ്യമില്ലാതെ സംശയിച്ചാലുണ്ടല്ലോ തോക്കെടുത്ത് വെടിവെക്കും. ഞാൻ വെടിവെച്ചില്ലല്ലോ. അപ്പൊ ആരാ കുത്തിയത്? എടാ മൈസൂർ പോണ്ടേ, കണ്ടവന്മാരെയൊക്കെ സൂചിക്ക് കുത്തുന്നതാണോടാ നിന്റെ പരിപാടി? എന്റെ പേര് സൂചി ബാബു. സൂചി കൊണ്ട് കുത്തുന്നതാണ് എന്റെ മാനറിസം. മണ്ണാൻ കേട്ടാ. ഞാൻ ഇനി നാളെ എങ്ങനെ വെളിക്കിരിക്കൂടാ. എന്താണ് രാജപ്പൻ ചേട്ടാ ആൾക്കാരെ കൂട്ടി ചീത്ത പറയുന്നേ? അവൻ ചിന്ന പയ്യൻ, അച്ഛനില്ലാത്ത കുട്ടി. അച്ഛനില്ലാത്ത കുട്ടിയോ? തുമ്പിക്കൈ ഇല്ലാത്ത ആനയാ? നിങ്ങളുടെ ഭാര്യ ചപ്പാത്തിക്കോലും കൊണ്ട് അടിക്കുമ്പോ മിണ്ടാതിരിക്കാ. നീ എന്തിനാ ചിരിക്കുന്നേ? കളിയാക്കുക. അവൻ കത്തിക്കൊണ്ട് കുത്തിയോ അതോ അരിവാൾ കൊണ്ട് വെട്ടിയോ? ഒരു ചിന്ന സൂചി കൊണ്ട് കുത്തി. നിങ്ങൾക്ക് താങ്ക മുടിയാതാ? താങ്ങാൻ മൂടില്ലെന്നാ? അതെ. എന്താ അതെ? ഇതാണോ ചെറിയ സൂചി? ഇവിടെ വാങ്ങോ. എതുക്ക്? അങ്ക നോക്ക്. അങ്ക എന്തുണ്ട്? എന്താ
ആ അതുപോലെ തന്നെ എനിക്കും വലിച്ചു. നീ എതുക്കാ ഇളിച്ചു? ഇന്ന് അതങ്ങോട്ട് പിടിച്ചു. ഈ പ്രായത്തിൽ ഇവനിങ്ങനെ ഈ സൂചിയും കൊണ്ട് നടന്നാലുണ്ടല്ലോ, ഇവൻ വലുതായി കഴിഞ്ഞാൽ ഈ കോളനിയിലുള്ള ആൾക്കാരെ എന്ത് പാടുപെടുത്തുമെന്ന് അറിയാമോ നിനക്ക്? ഓടെ ഇറക്കാം. എടാ നീ ഇവിടെ എന്ത് വായി നോക്കി നിൽക്കുക? പോയി പണിയിടറാ. നോക്കൂ അമ്മുക്കുട്ടി, എന്താ മേജർ അണ്ണ? ഉപേക്ഷിച്ചു പോയ നിന്റെ ഭർത്താവിന്റെ പരസ്യം പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. അവൻ ഇതുവരെ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് തന്നെ വിശ്വസിക്കാം. കരയല്ലേ? അതുപോട്ടെ, നിങ്ങളുടെ വീട്ടില് താഴത്തെ നില കാര്യല്ലേ? അതെ അണ്ണ. എന്നോട് ചോദിക്കാതെ തിരക്ക് പിടിച്ചത് ആർക്കും കൊടുക്കാൻ പാടില്ല. എനിക്ക് നല്ല വാടക കിട്ടിയാ പോതും. നിനക്കത് ചെയ്തു തരാതിരിക്കുവോ? ഉറപ്പായിട്ടും വാങ്ങിച്ചു തരും. പക്ഷെ ഒരു കാര്യം, ഈ സൂചിയും കൊണ്ട് നടക്കുന്നില്ല നിന്റെ മോൻ, അവൻ എന്റെ പരിസരത്ത് പോലും വരാതെ നോക്കിക്കൊള്ളണം. അയ്യോ സമയായല്ലോ. അമ്മേ അമ്മേ. ആ വരുന്നു മോളെ. പെട്ടെന്ന് വാ അമ്മേ, സമയം പോവാ. സൂക്ഷിച്ചു പോണേ മോളെ. ഓക്കെ അമ്മേ, ഞാൻ പോയിട്ട് വരാം. ബൈ ജൂലി. ബൈ അങ്കിൾ. ബൈ ബേബി. ആ സൂക്ഷിച്ച്. ഡോണ്ട് വറി സിസ്റ്റർ, ഷീസ് എ ഡയറിംഗ് ഗേൾ. 1965 പാകിസ്ഥാൻ വാറില് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർഫോഴ്സിലെ ഒരു യങ് ലേഡി പൈലറ്റ് ഉണ്ടായിരുന്നു. Nowadays girls are very bold. നമ്മുടെ ദിവ്യക്കെങ്ങാനും നല്ലൊരു പയ്യനുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ she will be all right and happy. What do you say? അങ്ങനെ നടന്നാ അതെനിക്ക് സന്തോഷം തരുന്ന കാര്യ. അതെന്താ നടന്നാലെന്ന് പറയുന്നത്? നടക്കും. ഓക്കെ ഇന്ന് ഈവനിംഗിൽ എത്തിച്ചേക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ്, ഐ എം ജീവ. TN ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ് ഞാൻ. ഇരിക്കൂ സാർ. താങ്ക് യു. സോറി സാർ, ഈ മാസത്തെ ഡ്യൂ അടയ്ക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പൊ തന്നെ ബാങ്കിലേക്ക് ആളെ വിടാം. സാരമില്ല, ഞാൻ അതിനൊന്നല്ല. സർ, സിറ്റി ഫുൾ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഡീലേഴ്സ് നിങ്ങളാണോ? അതെ സാർ. അപ്പൊ സിറ്റിയിൽ ആര് ഹീറോ ഹോണ്ട സ്ട്രീറ്റ് വാങ്ങിയാലും നിങ്ങളുടെ അടുത്ത് നിന്നല്ലേ വാങ്ങുള്ളൂ? ഓഫ് കോഴ്സ്. എന്ത് പറ്റി സാർ? ഈ അടുത്ത് എത്ര റെഡ് കളർ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഡെലിവറി ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം 50ഓളം ഉണ്ടാവും. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, അത് വാങ്ങിയുടെ അഡ്രസ്സും തരാൻ പറ്റുമോ? ഓ, അതിനെന്താ, തരാമല്ലോ. ആഹാ, അതേ വണ്ടി, അതേ റെഡ് കളർ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഹലോ, ഒന്ന് അകത്തേക്ക് വാ. ഏ? മോൻ ഏത് നാട്ടിന്നാ വരുന്നേ? കണ്ടിട്ട് പുറത്തുള്ള ആളാണെന്ന് തോന്നുന്നു. ആ അല്ല, നല്ല തണുത്ത വെള്ളം കുടിക്കുന്നോ അതല്ലെങ്കിൽ മോര് കുടിക്കുന്നോ? ഇല്ല വേണ്ട, അവിടെ പുറത്തൊരു ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഇരിക്കുന്നില്ലേ, അത്. ഓ, പുറത്ത് കണ്ടായിരുന്നോ? ആ, വരുന്ന വഴി കണ്ടായിരുന്നു. ആ വണ്ടി മാത്രല്ല, ഇവിടെ കൊറേ വണ്ടികളുണ്ട്. സുലോചന, ഹേമ, പുഷ്പ, യമുന. അയ്യോ, ഇത് ഞാൻ വിചാരിച്ച പോലൊരു സ്ഥലമല്ലല്ലോ. അയ്യോ ചേച്ചി, നമ്മളെ വിട്ടേക്ക്. അതേ റെഡ് വണ്ടി. മിസ് സൗന്ദര്യ, സൗന്ദര്യ. മുത്തശ്ശി, മിസ് സൗന്ദര്യ ഒന്ന് കാണണം, ഒന്ന് വിളിക്കോ? ഞാൻ തന്നെയാ കുമാരി സൗന്ദര്യ. ഞാൻ ഇപ്പോഴും കുമാരി തന്നെയാ. അപ്പോ ആ ചുവന്ന ഹീറോ ഹോണ്ട സ്ട്രീറ്റ് വണ്ടി? ആ വണ്ടി എന്റേത് തന്നെയാ. ആഹാ, അതേ റെഡ് കളർ, അതേ വണ്ടി തന്നെ. ഈശ്വര, ഈ വണ്ടിയെങ്കിൽ അവളുടെ വണ്ടി ആയാൽ മതിയായിരുന്നു. ആരാ അത് വണ്ടിയുടെ ചുറ്റും നോക്കുന്നുണ്ടല്ലോ? ഈ കോളനിയിൽ ഇവനെ കണ്ടിട്ടില്ല. ഇവൻ വല്ല തീവ്രവാദിയോ കൊലപാതകയോ വല്ലതും ആണോ? ബോംബ് വെക്കാൻ ശ്രമിക്കുവാൻ തോന്നുന്നു. വെറുതെ ഒരു മണ്ടത്തരം പറയല്ലേ. അവന്റെ മോന്ത കണ്ട അറിയില്ല അവൻ കള്ളനാന്ന്. അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ ഡീൽ ചെയ്തോളന്നേ. ഡാ, നിന്റെ ഹൈറ്റ് എത്രയാ? 5'10". നിന്റെ വെയിറ്റോ? 68 കിലോ. ഒരു ദിവസം ഒറ്റ വീടാണോ? 3 സാർ. ഓ, ഒരു ദിവസത്തിൽ 3 ഡാ, ഇങ്ങ് വന്നേ. അല്ല, ഈ 2 വീലർ മാത്രമാണോ അതോ ഈ ബസ്, ലോറി, കാറ്? അല്ലല്ല, ഓൺലി ഹീറോ ഹോണ്ട സ്ട്രീറ്റ്, അതും റെഡ് കളർ മാത്രം. റെഡോ? അതിലെന്താ ഇത്ര സെന്റിമെന്റ്സ്? ഒരു ചെറിയ കമ്മിറ്റ്മെന്റാ സാർ. അവിടെ എന്താ മേടി കൂടെ വാർപ്ലെയിൻ പോകുന്ന ശബ്ദം കേട്ടു. ഞാനൊന്നും കേട്ടില്ലല്ലോ. അതൊക്കെ മിലിറ്ററി സീക്രട്ടാ, നിനക്ക് മനസ്സിലാകാണല്ലേ? കള്ളാണല്ലേ? എന്താടാ
നീ പോക്കറ്റ് അടിക്കാരനാണോ അതോ മാലമോഷ്ടാവാണോ? എന്താ സാർ ഇത്? ഞാനെന്താ വല്ല കള്ളനോ റൗഡിയാണെന്നാണോ വിചാരം? സൂക്ഷിച്ച് സംസാരിക്കണം. അളന്ന് സംസാരിക്കാൻ ത്രാസും കട്ടിയും കൊണ്ടൊന്നുമല്ല ഞങ്ങൾ നടക്കുന്നേ. കള്ളന്മാരോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഫുൾ ടൈം നിന്നോട് സംസാരിക്കാൻ പറ്റും. ഒരു ചെറിയ ചേഞ്ചാ. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറ. പോലീസൊന്നും വേണ്ട, മിലിറ്ററിക്കാരനായ ഞാൻ എന്തിനാ? തട്ടിട വെക്കാനല്ലേ? അയ്യേ ഇതെന്തോടാ മഴയോ? ഡാ പോലീസിനെ ഫോൺ ചെയ്യ്. ഹലോ. ഡാ ഫോൺ പിന്നെ ആരും ഒന്ന് എടുക്കൂടാ. എന്തിനാ തിരക്കൂട്ടുന്നേ? ഞാൻ കള്ളനൊന്നുമല്ല, ഇവിടെ പുതിയതായി വന്ന ബാങ്ക് മാനേജറാ. ഈ കോളനിൽ വീട് വല്ലതും വാടക കിട്ടുന്ന നോക്കാൻ വന്നതാ. പ്ലീസ് വിശ്വസിക്ക് സാർ. വാടകയ്ക്ക് ഒരു വീടല്ലേ, ആളെ പൊട്ടരാക്കാൻ നോക്ക. അല്ല സാർ, നീ വാടകയ്ക്ക് വീട് നോക്കി വന്നതാണോ അതോ ഈ വണ്ടി ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ട് പോവാൻ വന്നതാണോ നീ ഇപ്പൊ മനസ്സിലാക്കി തരാടാ. എന്താ സാർ? അങ്ങനെയൊന്നുമില്ല സാർ. Please സാർ. സാർ, please. യാരത്? എന്റെ അമ്മോ. ആ മിലിറ്ററി ബോംബെ പടത്തിൽ വരുന്ന മനീഷ കൊയ്രാളെ പോലെ കുലുങ്ങി കുലുങ്ങി വരുന്ന കണ്ടാ. എന്നാ ഇന്നാ എടാ വാടാ ഇങ്ങ് വരാൻ. എല്ലാവരും ഒന്നാങ്കി വന്നിരിക്കുന്നു. പറ. പറക്കണോ? ആ. എന്നാ പിടിച്ചോ. കാ, കാ, കാ. ഓ മിലിറ്ററിക്ക് കാണിക്കണമെന്നുണ്ടോ? അതൊന്നുമില്ല മോളെ, വീട്ടിലെ താഴത്തെ നില കാലിയല്ലേ, പറ്റിയൊരു പാർട്ടിയെ കൊണ്ടുവന്നാ. വാടക നിങ്ങൾ തമ്മിൽ നേരിട്ട് അതെ, അതെ. കമ്മീഷൻ എനിക്ക് തന്നേക്ക്. ഡാ, അവൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കള്ളനാന്ന് ഉറപ്പാ. ആ ചേച്ചി ഉങ്ക വീട്ടെ പറ്റി പറ. വാടക 3000 രൂപ, കറണ്ടിന് 400 രൂപ, ബാത്റൂം 100 രൂപ. ചേച്ചിയുടെ ബാത്റൂം കഴുകാൻ അവൻ 100 രൂപ തരണോ? അവരോട് ബാത്റൂം ഓ തന്നെയാ. അപ്പടിയാ. കേബിൾ ടിവിക്ക് 200 രൂപ. മൊത്തം അവളതാ. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തുക്കോ. പിന്നെ അഡ്വാൻസ് 30,000 രൂപ. ഉവ്വ അവന്റെ വാടക വെച്ചിട്ട് പുതിയ വീട് പണിയാൻ നോക്കുകയാണോ? അയ്യോ, ഓവർ റേറ്റും ഓൾഡ് വീടും എനിക്കിതൊന്നും സെറ്റ് ആവില്ല സാറേ. ആ അപ്പൊ ഇവൻ കള്ളൻ തന്നെയാ. ഓ, ആവശ്യമില്ലാത്ത പറയരുത്. ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞേ? എനിക്ക് വീട് ഇഷ്ടമല്ല, റെന്റും ശരിയാവില്ല. ഞാനിവിടെ നിൽക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഈ വീട്ടിൽ വന്ന് താമസിച്ചോന്നേ. മുഴുവൻ വാടക കൊടുക്കാൻ പറ്റാതെ എന്റെ ചേട്ടൻ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അയ്യേ. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എന്റെ ചേട്ടന്റെ മനസ്സിന്റെ ഭാരവും കുറയും, എനിക്ക് ഒരാശ്വാസവും കിട്ടും. എന്തു പറയുന്നു? അതെ അവൻ ഇങ്ങോട്ട് വന്ന നിനക്ക് എന്താ ആശ്വാസമാടി? എടി സാരിയൊക്കെ പോയി എടുത്ത് അങ്ങോട്ട് ഉടുക്ക്. അല്ല, നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് എനിക്കൊരു കോപ്പും വേണ്ട, നീ പോയേ. എന്തിനാ പോ, ഇങ്ങനെ സംശയിക്കുന്നേ? ഛേ. ഡാ, നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അതിനു മുമ്പ് ഇങ്ങോട്ട് നോക്കി നിന്നല്ലേ? ഞാൻ അവിടെയല്ലേ നോക്കിയത്. ഇപ്പഴല്ലേ അങ്ങോട്ട് നോക്കി, അതിനു മുമ്പ് ഇങ്ങോട്ട് നോക്കിയില്ലേ? അയ്യോ ഞാൻ നോക്കിയില്ല. പോയി കാണണ്ട. ഇല്ലെന്നേ. പോയി നോക്കടാ. ആ, ഞാൻ നോക്കിയിട്ടില്ല. ആളുകൾ കാണുമ്പോ മാത്രമേ മര്യാദ ഉള്ളല്ലേ? ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ പോയി നോക്കിയിട്ടില്ലെന്നേ. നോക്കടാ. ഡാ, പോയി പോടാ. വേണ്ട. ഞാൻ പോടാ. മേജർ അങ്കിൾ, അവിടെ എന്താ ഒരു പ്രശ്നം? അതൊന്നുമില്ല മോളെ, ഒരു കള്ളത്തിരുമാലി എന്റെ കൈപ്പെട്ടതാ. എന്താ അവിടെ? ഏതൊരു കള്ളനാണെന്ന്. അല്ല, ആ പെണ്ണ് ആ വീട്ടിലാണോ? ആ വീട് ആ പെണ്ണിന്റെ തന്നെ. ആ പെണ്ണ് അങ്ങേ താമസിക്കുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാമേ. മോള് സൂക്ഷിച്ചു ഓക്കെ പോണേ. അമ്മേ. ഡാ, നീ ഒരു പെരും കള്ളനല്ലേ? അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? വാടകയ്ക്ക് താമസിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനതിന് റെഡിയാണെന്നേ. അതെ ചേച്ചി, എനിക്ക് വീട് ഇഷ്ടമായി. വാടക എത്രയായാലും കുഴപ്പമില്ല. അത് മാത്രമല്ല, നിങ്ങളെയൊക്കെ കാണുമ്പോ മരിച്ചുപോയ എന്റെ ബന്ധുക്കളെ പോലെ തോന്നുന്നേ. എടാ ഞങ്ങൾ എന്താണ് പ്രേതങ്ങളോ? സൂചി ബാബു ഒന്ന് ഓടിക്കോ. എന്തിനാണ് അങ്ങനെ സൂചി കൊണ്ട് കുത്തുന്നേ? എന്റെ പേര് സൂജി ബാബു. ഞാൻ ഇവരുടെ മകനാ. എനിക്ക് ഡെയിലി ചോക്ലേറ്റ് വാങ്ങി തന്നില്ലെങ്കിൽ അയ്യോ, നീ കുത്തും ഞാൻ. വാങ്ങി തരാം മോനെ. ഇത്രയും ചില വിചിത്രമായ ക്യാരക്ടേഴ്സിന് നടുവിൽ ഒരു പുതിയ ബാങ്ക് മാനേജർ ഇവിടെ വന്ന് സെറ്റിലാക്കാൻ പോവാ. ഇനി മുതൽ അങ്ങോട്ട് കഥയ്ക്ക് ചൂട് പിടിക്കാൻ പോവാ. യെസ്. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം. മുളകുപൊടിയോ? ആ, ഉത്തിഷ്ഠ സാരമില്ല. ഉത്തിഷ്ഠ ഗോവിന്ദ ഹജി. ഉത്തിഷ്ഠ ഗരുഡധ്വജ. ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം. ഗോവിന്ദ ഗോവിന്ദ. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ എടി നീ കുണുങ്ങി കുണുങ്ങി നനഞ്ഞ കോഴിയുടെ പോലെ ഇതെങ്ങോട്ടാ? ആഹാഹാഹാഹാഹാ. നേരം വെളുക്കുമ്പോ ഇതുപോലെ മണികിളിക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ പൂജ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ദിവസം പൂജ ചെയ്യാൻ അനുവദിച്ചാലല്ലേ? ഒരേ ഒരു തവണ ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ശരി, പോ. വരട്ടെ. എടി അകത്തേക്ക് പോടി. ഈ കേറി പോ. മനുഷ്യൻ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലോ. പുതിയ ആ ചെറുക്കൻ വന്ന് ഈ കോളനി മുഴുവൻ കുട്ടിച്ചോറാക്കുമെന്നാണല്ലോ തോന്നുന്നേ. എനിക്ക് എന്നും കാലത്ത് ഗായത്രി മന്ത്രവും സുപ്രഭാതവും കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടേ. അതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും? അയ്യോ, അതൊന്നും പ്രശ്നയില്ലേ. ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദ ഗോവിന്ദ. എന്റെ പഴനിയാണ്ടവാ, എന്നാ ഒരു ഭക്തി. ഈ ചെറുക്കനുക്ക് എന്റെ തങ്കച്ചി ഓമനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താ എത്ര നല്ലായിരിക്കും. ഗോവിന്ദ 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 ഗോ ഗോ ഗോ. ശോ,
മിണ്ടായിരിക്കടാ, അടങ്ങി. ഈ വീട്ടിൽ ആരും ഇല്ലേ? ആ വാ മോനെ ഇരിക്കെ. സാരമില്ലമ്മേ, പൂജ കഴിഞ്ഞ് ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വരെ ഇരിക്കാൻ പാടില്ലെന്ന് സാമവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞ് സുപ്രഭാതം കേട്ടുകൊണ്ട് പൂജയും ചെയ്ത് കർപ്പൂരം കത്തിക്കാൻ നിന്ന സമയത്ത് തീപ്പെട്ടിയില്ലാത്ത അവസ്ഥയായിപ്പോയി. ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ ഒന്ന് തരാവോ? അതിനെന്താ മോനെ? അതെ അമ്മേ, സിഗരറ്റ് വലിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കർപ്പൂരം കത്തിക്കുന്ന സമയത്തല്ലാതെ തീപ്പെട്ടിയെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള ദുശീലങ്ങളും ഇല്ലാതെ പരിശുദ്ധമായിട്ടാ മുത്തശ്ശീനെ വളർത്തിയത്. എനിക്ക് അച്ഛനമ്മ, ചേച്ചി, അനിയത്തി, ചേട്ടൻ, അനിയൻ ആരും തന്നെ ഇല്ല. മോന്റെ പേരെന്താ? എന്റെ പേര് ജീവ എന്നാ. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡൽ കിട്ടിയോണ്ട് OBയില് TN ബാങ്കിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ടമ്മേ. മാസം 6000 രൂപ ശമ്പളമുണ്ട്. മാത്രമല്ല ഹൗസിംഗ് അലവൻസും ട്രാവൽ അലവൻസും എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അത് മാത്രമല്ല, ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. നല്ലൊരു പെൺകുട്ടിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ആലോചനകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞാനിപ്പോ വരാം. എന്നാ തീപ്പെട്ടി. എനിക്ക് എന്തിനാണ് തീപ്പെട്ടി? അതിനു വേണ്ടിയല്ലേ വന്നത്? അതെ അതെ, ഞാൻ വന്നത് തീപ്പെട്ടിക്ക് വേണ്ടിയാ. താങ്ക്സ്, വരട്ടെ. വേഗം പോയി പൂജ തുടങ്ങാം. ഗോവിന്ദ ഗോവിന്ദ. ഇവളുടെ അടുത്ത് നമ്മുടെ അടവൊന്നും നടക്കുന്നില്ല. മിസ്റ്റർ, കാസറ്റിലിട്ടത് വെങ്കടേശ സുപ്രഭാതം, നെറ്റിയിലിട്ടിരിക്കുന്നത് വിഭൂതിക്കുറി. ഈസ് ഇറ്റ് നോട്ട് കോൺട്രഡിക്ടറി? വെങ്കട് ഈശ്വരൻ, വെങ്കടേശ്വരൻ. അതെ, കറക്റ്റാ. ഹരേ ഹര, രണ്ടുപേരും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നെറ്റിയിൽ വിഭൂതി വരച്ചിട്ട് മനസ്സിൽ നാമം ജപിച്ചോണ്ടിരിക്കുക. നാമൊക്കെ മനസ്സിൽ തന്നെ ജപിക്കുക, വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട. അതെ, നാമം ജപിച്ച് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ. നീ നാമം ജപിച്ചാലും പൂജ ചെയ്താലും അത് നിന്റെ വീട്ടിനകത്ത് മാത്രം ചെയ്യ്. അതിങ്ങനെ പുറത്തേക്ക് ഒന്ന് എക്സ്പോസ് ചെയ്യല്ലേ. ഫാമിലി ഒക്കെ കിടന്ന് ഷെയ്ക്ക് ആവുവാടാ. ഷെയ്ക്ക് ആണെങ്കിൽ ദുബായിക്ക് പറഞ്ഞു വിടുന്നേ. ദുബായിക്ക് പോയിട്ട് എന്തിനാ? ഷെയ്ക്കുമാരൊക്കെ എവിടെയല്ലേ ഉള്ളത്? എടാ മണ്ട, ആ ഷെയ്ക്കിന്റെ കാര്യമല്ലടാ, ഈ ഷെയ്ക്കിന്റെ കാര്യമാ പറഞ്ഞേ. എടോ, ഞാനിവിടെ ഉള്ളപ്പോ താൻ വേറെ ലോൺ എടുത്ത് പോയെന്ന് തോന്നുന്നു. 3 മാസം ആയാലും ശരി, 6 മാസം ആയാലും ശരി, തുണി എന്റെ അടുത്ത് തന്നെ തരണം. അയാൾ നല്ല ആൾക്കാരെ കൊണ്ട് അലക്കിച്ചോട്ടെ. അന്ന് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ ബട്ടൺ പോയാലും ശരി, സിബ് പോയാലും ശരി, തുണി എന്റെ അടുത്ത് തന്നെ തരണം. അതൊക്കെ ടൈലർ ചെയ്യേണ്ട പണിയല്ലേ. എന്റെ അളിയൻ ടൈലർ അല്ലേ? ഓ, കുടുംബം മൊത്തം പിച്ചക്കാരാണല്ലേ. വേറെ എവന്റെയും കൈ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഈ കോളനിയിൽ നിന്ന് തന്നെ നിന്നെ ഓടിച്ചിരിക്കും. ലോകസഭ MP പറയുന്നേ, പോടാ. അപ്പോഴേ ഞാൻ പറയുന്ന കണ്ടീഷൻ കൂടെ ഒന്ന് കേൾക്കണേ. നീ ഈ കോളനിയിലേക്ക് എൻട്രി ആവുമ്പോ മുടിയൊക്കെ ചപ്ര ചിപ്രയായിരിക്കണം, ഷർട്ട് എല്ലാം കീറി ഒരു പ്രാന്തനെ പോലെ ആയിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത്. അല്ല, എന്റെ ഭാര്യയുടെ വീക്ക്നെസ് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ മിലിറ്ററി. എന്താ? അതെ അതെ, പോടാ. അവൾ ഇവനെ കണ്ട ഉടനെ തന്നെ ഭക്തിപരവശത്തിൽ ഭജന പാടാൻ തുടങ്ങാ സാറേ. മിസ്റ്റർ, എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ കോളനിക്കുള്ളിലെ ഒരു വീട്ടിലും നീ കയറാൻ പാടില്ല. ഈ കോളനിയുടെ വാച്ച്മാൻ ആണ് ഈ പറയുന്നത്. എന്താ? എന്നെ പറ്റി നിനക്കറിയില്ല. നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് പോലും അറിയില്ല, പിന്നെ ഇയാൾക്ക് എങ്ങനെ അറിയാനാ? ഇതാണ് 1992 കാശ്മീരിൽ നടന്ന ഒരു ലോക്കൽ വാറില് ആ വാർ ഉപയോഗിച്ച് തയ്ച്ച ചെരുപ്പാണ് ഇത്. വാറെന്ന് പറഞ്ഞാൽ യുദ്ധം. ഞാനൊരു ബോംബ് എടുത്തെറിഞ്ഞു, പക്ഷേ അത് പൊട്ടിയില്ല. അത് ഡമ്മി ബോംബായിരിക്കും. ഒറിജിനൽ ബോംബ്. എന്താ പൊട്ടത്തെന്നറിയോ? തിരി കടിച്ചെടുത്തപ്പോൾ ബോംബിനുള്ളിലെ എല്ലാം പുറത്തേക്ക് വന്നു. പിന്നെ എന്റെ ഈ വെറും കൈ കൊണ്ടാണ് ഞാൻ 100 പേരെ അടിച്ചൊതുക്കിയത്. ഈ കുക്കുകളെ ഒന്നും വാർഫീൽഡിലേക്ക് കൊണ്ടുപോകാറില്ലല്ലോ. അല്ല, മിലിറ്ററിയിൽ താനൊരു കുക്കായിരുന്നു. ശരി ശരി, നീ പോവല്ലേ. ഇയാൾ കുക്കാണെന്ന് കൺഫേം ചെയ്തിട്ട് പോ. ട്രാഫിക്കിന് മുമ്പ് ഇനി എന്ത് ട്രാഫിക് ഉണ്ടായാലും ശരി, ഇയാൾ കുക്കാണെന്ന് കൺഫേം ചെയ്തിട്ട് പോയാൽ മതി. അങ്ങനെ പോവല്ലേ. ഇയാൾ കുക്കാണ്, മിലിറ്ററിയിലെ കുക്കാ. അതിരിക്കട്ടെ, ഞാൻ മിലിറ്ററിയിൽ കുക്കായിരുന്നു എന്ന് നിനക്ക് അങ്ങനെ മനസ്സിലായി? വെള്ളം അടിച്ച് പറ്റായിട്ട് താൻ തന്നെയല്ലേ പറഞ്ഞേ? ഞാൻ തന്നെ പറഞ്ഞു. ഇതാണ് കണ്ണി കണ്ടവർ കൂടെ വെള്ളം അടിക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് വെള്ളം അടിച്ചോളാം. പമ്പെടുത്ത് വെച്ച് അടിക്കും. ഒന്ന് പോടോ. എന്റെ ഭാഗ്യം, ഒരാള് പോലും കണ്ടില്ല. ഞാൻ കേട്ടല്ലോ. സ്നേഹമുള്ള മുത്തശ്ശി അറിയാൻ. മുത്തശ്ശിക്ക് സുഖമല്ലേ? ഞാൻ നല്ലൊരു ബാങ്കിൽ ജോലിക്ക് കയറി, വാടകയ്ക്കൊരു വീടെടുത്ത് സെറ്റിലായി. ഇവിടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ സമ്മതം കിട്ടിയാലുടനെ മുത്തശ്ശി ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ കല്യാണം നടക്കും. എന്റെ ഈശ്വര, എന്റെ കൊച്ചുമോനെ ഇപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നിയല്ലോ, അത് മതി. ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് ഈ പട്ടിയെ വശത്താക്കിയ ദിവ്യയും സെറ്റായ പോലെ തന്നെയല്ലേ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണം. കഴിക്കേ. ഹലോ, കം കഴിക്കടാ. വേ കഴിക്കേ. ബഹളം വെക്കലേ. കം 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 ഡാ. കമോൺ. ഞാനോ? ഒച്ചുണ്ടാക്കല്ലേ. ഹേയ് വാടാ. ഷട്ട് അപ്പ്. വാ, കമോൺ. വാ.
കമോൺ അയ്യോ കമോൺ. അയ്യോ എങ്ങനെയാ ഇപ്പൊ ഞാൻ? വാടാ കം. നിക്ക് ഇപ്പൊ വരാം. ഇത് അവളെക്കാളും വാശി കാണിക്കാണല്ലോ. നടപടിയാവില്ല. വന്നല്ലോ. നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് വന്നത്. അയ്യോ അതല്ല. നിങ്ങൾ എന്നെ ഇങ്ങനെയും അങ്ങനെയല്ല. അങ്ങനെയും ഒക്കെ വിളിക്കാനുള്ള സമയം കഴിഞ്ഞു പോയില്ലേ? അയ്യോ ഞാൻ വിളിച്ചത് നിങ്ങളെയല്ല. നിങ്ങൾക്കറിയോ എന്റെ കോളേജ് സമയത്ത് എല്ലാവരും എന്നെ ശ്രീദേവി ശ്രീദേവി എന്ന് കൊഞ്ചലോടെ വിളിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലോ ഒക്കെ ആയിരിക്കും എന്റെ ഹസ്ബൻഡായിട്ട് വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ആ മണ്ടൻ രാജപ്പന്റെ മുന്നിൽ എന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ നിങ്ങൾ എന്നെ വാ എന്ന് പറഞ്ഞു വിളിച്ചാലും അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഞാൻ കമ്മിറ്റഡ് ആയി പോയി. ഇപ്പൊ എന്റെ ഓൾ കോപ്പിറൈറ്റ്സ് കൺട്രോൾഡ് ബൈ മൈ ഹസ്ബൻഡ്. അതല്ല ഞാൻ. ഓ നോ, ഞാൻ വിളിച്ചത് നിങ്ങൾ വിളിക്കുന്നതിൽ തെറ്റില്ല. ബട്ട് യു ആർ ടു ലേറ്റ്. 20 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം എന്റെ ഭർത്താവിന്റെ സൂട്ട് കേസിന്റെ അകത്തിരിക്കുക. അതിന്റെ ചാവിയാണെങ്കിൽ അങ്ങേരുടെ പോക്കറ്റിന്റെ അകത്തിരിക്കുക. ഇപ്പൊ എന്റെ ജീവിതം ഉണ്ടല്ലോ ആ സൂട്ട് കേസിന് മാത്രം സ്വന്തം. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. ഇനി ഒന്നും പറയരുത്. എന്നെ കൊണ്ട് സഹിക്കാൻ അയ്യോ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. വേണ്ടെന്നേ. എക്സലന്റ്, മാർവലസ്, ബ്യൂട്ടിഫുൾ. ആഹാ എന്തൊരു പെർഫോമൻസ് ആ രണ്ടാളും. എടീ അവൻ കൈ കൊണ്ട് ഇങ്ങനെ 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 കാണിച്ചപ്പോ നീ ഇങ്ങനെ കുണുങ്ങി 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 വന്ന് നിൽക്കുകയാണല്ലോ. നിന്റെ കോപ്പിറൈറ്റ് ഒക്കെ എന്റെ സൂട്ട് കേസിനകത്താ. അല്ല ഞാൻ എന്താടി പറഞ്ഞത് ഞാൻ സൂട്ട് കേസ് ആണെങ്കിലേ ഇവനെന്താ VIP ട്രോളി ബാഗ് ആണോ? അയ്യേ. കുറച്ചു നേരത്തേക്ക് ആ മൂലയിലോട്ട് മാറിക്കടാ. ഇഡിയറ്റ്. ആരാ കോളനിക്ക് അത് ഇടിയപ്പം വെക്കുന്നേ? മിസ്റ്റർ രാജപ്പൻ, എന്തിനാണ് ആ പെൺകുട്ടിയെ വെറുതെ സംശയിക്കുന്നത്? വെടിവെച്ച് കൊന്നുകളയും. അയ്യേ മിലിറ്ററിക്കാരനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നേ. പട്ടാ പകൽ എന്റെ ഭാര്യയെ കൈവീശി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അവനെ എല്ലോടോ വെടിവെച്ച് കൊല്ലണ്ടേ? ഞാൻ അതൊന്നും ഇവിടെ എന്താണ് ഗലാട്ട? ഇവിടെ കൊഴുക്കട്ട. മിണ്ടാതിരിക്കൂ. ആ ചെറുക്കൻ ഒരു തങ്ക കുഴന്തേമാരി നടന്നു പോകുമ്പോ യാരുടെയും മുഖത്ത് നോക്കില്ല. പിന്നെ എതുക്ക് ചീത്ത പറയണം? വാ മൂടുങ്കോ. ഈ കോളനി മൊത്തം ഡബ്ബിംഗ് പടം പോലെയാണല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ചേച്ചി വെറുതെ സംശയിച്ചാണ്ടല്ലോ ഞാനിവിടെ ആത്മഹത്യ. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാടാ. സമയമാകുമ്പോ നീ എന്റെ അടുത്തേക്ക് വന്നാ മതി. ദേ നോക്കി, ഇവരെനിക്ക് പെങ്ങളെ പോലെയാ. എന്നാ തല തൊട്ട് സത്യം ചെയ്യ്. തല തൊടാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് ഒഴുകി വീഴുക അല്ലേ? ഇനി സത്യം ചെയ്യ്. സത്യമായിട്ടും. എന്നാ ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം നിന്റെ സിസ്റ്റേഴ്സ് ആണെന്ന് സത്യം ചെയ്യ്. അയ്യോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണൊഴിച്ച് ബാക്കി എല്ലാം എന്റെ സിസ്റ്റേഴ്സ് തന്നെയാ. നീ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്റെ ഭാര്യ ആയിരിക്കില്ല എന്ന് സത്യം ചെയ്യടാ. അയ്യോ എന്റെ പൊന്നിയേട്ടാ സത്യമായിട്ടും ഇല്ല. വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അളിയ എന്റെ വൈഫ് ഇപ്പൊ എന്താ പറഞ്ഞിട്ട് പോയേ? കണ്ണി തുപ്പി. ഹലോ, എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല, എന്റെ നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ വിളിച്ചപ്പോ രാജപ്പന്റെ വൈഫ് തെറ്റിദ്ധരിച്ച് നിങ്ങളടുത്ത് വന്നില്ലേ? ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിരിക്കായിരുന്നു. എന്റെ ഭാഗ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ ഇവിടെ? എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരി വേണം. സാരിയോ? നിങ്ങൾക്ക് ചേച്ചി അനിയത്തി ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതെ ഇല്ല, ഞാൻ സാരി വേണമെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണിനാ. ഗേൾ ഫ്രണ്ടിനാണോ? എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾക്കാ. അപ്പൊ അവരെയും കൂട്ടി ഇങ്ങോട്ട് വരായിരുന്നില്ലേ? ഇവിടെ തന്നെയുള്ള ആളെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനാ? ഇവിടെ 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 അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പൊ എന്തായാലും എനിക്ക് മാത്രമേ അറിയൂ. ശരി പറ, ഏത് ടൈപ്പ് സാരിയാ വേണ്ടത്? ഇത് വിപ്പിൾ സാരീസ്. ഞാനൊരു രാവിൽ അല്ല, നിങ്ങളൊരു ലേഡി അല്ലേ, നിങ്ങൾ ഇതിനെ നോക്കി സെലക്ട് ചെയ്തോ. എന്ന് ശരി പറ, അവരെ കാണാൻ എങ്ങനെയാ? കറക്റ്റ് നിങ്ങളുടെ അതേ നിറം. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോ. ഇത് നോക്കിയേ. അപ്പൊ ഇതോ? ഇതെങ്ങനെയുണ്ട്? വേറെ ഏതെങ്കിലും ഡിസൈൻ കാണിക്കുന്നേ. ഇതൊക്കെയാണോ? ഈ സാരികൾ കാണാൻ ഒരു രസമില്ല. ശരി സർ, നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തോ. അയ്യോ ഞാൻ പറഞ്ഞത് ഫീൽ ചെയ്തോ. അതൊക്കെ വിട്ടേക്ക് പ്ലീസ്. നിങ്ങളിങ്ങനെ ഓരോ സാരി എടുത്ത് കാണിക്കുമ്പോ ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആവുക. അതുകൊണ്ട് ഈ സാരിയൊക്കെ ശരിക്കും വിടർത്തി ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ പെൺകുട്ടികൾ തോളത്ത് സാരി വെച്ച് പോസ് കൊടുക്കൂലേ, അങ്ങനെയൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ഈസി ആവുമല്ലോ. ഓക്കെ.
ഇതെങ്ങനെയുണ്ട്? ഹലോ ഹലോ, സ്വപ്നം കാണാണോ? ഭാവി വധുവിനെ കുറിച്ചുള്ള സ്വപ്നമൊക്കെ വിട്ടിട്ട് ഈ സാരി അവർക്ക് ചേരുവോന്നൊന്ന് പറ. മാർവലസ്. എന്റെ അമ്മേ, നിങ്ങള് ഭയങ്കര ലക്കിയാണ് കേട്ടോ. ഈ ഡിസൈനിൽ ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ. യു വെരി വെരി ലക്കി. ഞാൻ എപ്പോഴും ലക്കി തന്നെയാ. എന്നിറങ്ങട്ടെ. ആ ശരി. ആരാ മോളെ അത്? നിന്റെ സൗന്ദര്യത്തെ കുറിച്ചൊന്ന് സൂചിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് സാരിയും വാങ്ങിച്ചൊരു പൂവാലിനെ പോലെ പോകുന്നുണ്ടല്ലോ. ചേച്ചേ, അയാൾ അങ്ങനെയുള്ള ഒരാളല്ല മാഡം. എന്റെ വീടിനടുത്താ താമസിക്കുന്നത്. ഓ അങ്ങനെയാണോ? ആള് ഭയങ്കര പാവാ. മനസ്സിലൊന്നും വെച്ചേക്കില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കൊള്ളാവല്ലോ, വാദോരാതെ പറയുന്നുണ്ട്. അമ്മക്കുട്ടി, വേലക്കാരോട് പറഞ്ഞ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അടുക്കി വെക്കാൻ പറ. എടാ ഇസ്തിരി, പിക്നിക്കിന് കൊണ്ടുപോകാനുള്ള ഷീറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് തേച്ച് മടക്കി കൊണ്ടുപോവാ. പക്ഷെ എനിക്ക് ഫ്രണ്ട് സീറ്റ് തരണം. ഡോണ്ട് വരി, ഡ്രൈവറെ ഇറക്കി വിട്ട് നിന്നെ ആ സീറ്റിൽ ഇരുത്താം. അതെ മോളെ, എന്താ റെഡി ആയിട്ടുള്ളേ? ഞാനുണ്ട്. നിന്റെ കാര്യമല്ല, ബാക്കിയുള്ള ഐറ്റംസ്. അതാണോ ചേട്ടാ? തേങ്ങാപ്പുട്ട്, അപ്പം, കപ്പപ്പുഴുക്ക് എല്ലാം റെഡിയാക്കാം. ആദ്യപ്പോ കപ്പയോ തൊപ്പയോ നാളെ പിക്നിക് ടൈമിൽ റെഡി ആയിരിക്കും. ആ യങ് മാൻ, നാളെ നമ്മുടെ കോളനിയിൽ എല്ലാവരും പിക്നിക്കിന് പോകുന്നു. നീ പോരുന്നോ? സോറി സർ, ഇയർ എൻഡിങ് ഓഡിറ്റിംഗ് ഉണ്ട്. എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ വിളിച്ചാലും വരില്ലേ? ഇംപോസിബിൾ. ഇത് നിനക്കൊരു നഷ്ടമാ. ജീവിതത്തിലൊരു കളർഫുൾ ടൈമാണ് വേസ്റ്റ് ആക്കുന്നത്. നമസ്കാരം ജാനകിയമ്മേ. നിങ്ങളുടെ കൈകൊണ്ട് തരുന്ന ഭക്ഷണം കഴിച്ചാ മനസ്സിന് പോലും സുഖമാ. എന്താ അല്ലേ, എന്തൊരു മണം, എന്തൊരു രുചി. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഈ പിക്നിക്ക് തന്നെ റെഡിയാക്കിയത്. അപ്പൊ നാളെ റെഡി ആയിരിക്കണം കേട്ടോ. അങ്കിൾ, ഞാനും അമ്മയും എന്റെ വണ്ടി തന്നെ വന്നോളാം. ഇവിടെ അടുത്ത് തന്നെയല്ലേ? നോ 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 നോ, ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന മിലിറ്ററി ബസ്സിലാണ് എല്ലാവരും പോകുന്നത്. ഓക്കെ, നോ ഡോഗ്സ് പ്ലീസ്. മേജർ സർ. നശിപ്പിച്ചു. ആരുടെ പുറകിന്ന് വിളിക്കുന്നു? സർ സർ സർ, ഞാനും വരുന്നുണ്ട്. പ്ലീസ് സർ, പ്ലീസ്. വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾ പിക്നിക് എന്നാണ് പറഞ്ഞേ. പിന്നെന്താ പദയാത്ര? അയ്യോ, ഞാനെന്തോ മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചേ. ഞാനും വരാം സർ. പ്ലീസ് സർ, പ്ലീസ്. ഐ ആം സോറി. മിലിറ്ററി ഡിസിപ്ലിൻ പ്രകാരം ഒരിക്കൽ നോ എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കില്ല. അങ്ങനെ നടക്കില്ല എന്ന് പറയാൻ താൻ ആരടോ? എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എന്റെ പെണ്ണുമ്പിള്ളയുടെ സേഫ്റ്റി നോക്കാൻ എന്റെ അളിയെ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ വരുന്നില്ലെങ്കിൽ പിക്നിക്ക് ക്യാൻസൽ ചെയ്യാ. Shut up. ഇത് ക്യാൻസൽ ചെയ്യാൻ നീ ആരാടാ? ഓക്കെ പറയാൻ താൻ ആരടോ? മേജർ കുക്കർ. സർ സർ, പിക്നിക് ഒന്നും ക്യാൻസൽ ചെയ്യണ്ട സർ. നാളെ പിക്നിക്കിൽ മേജർ ആണെന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കാം. പ്ലീസ്, ഞാനും വരട്ടെ സർ. ബഹുമാനിക്കോ? പിന്നെ എപ്പ മേലോട്ട് പോകുന്ന അറിയാത്ത ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? പിന്നെ തുപ്പി. ഓക്കെ, എമർജൻസി കോട്ടായില് എന്റെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ചെലുത്തി നിന്നെ ഞാൻ കൊണ്ടുപോകാം. താനൊരു കുക്കാണെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നേ. മിലിറ്ററി അങ്കിൾ, ഈ ഗെയിമിൽ നിങ്ങൾ തന്നെ ജയിക്കണം. രാജപ്പൻ ചേട്ടനെ ജയിക്കൂ. അവര് ജയിച്ചത് തന്നെ. സാവിത്രി മാഡം, എന്റെ കളി കണ്ടിട്ടില്ലല്ലോ. ഒന്നൊന്നും കണ്ടു നോക്ക. നിങ്ങളൊക്കെ എന്ത് കളിയായി കളിക്കുന്നേ? ജാക്സൺ, ഈ മൈക്കൽ ജാക്സൺ കളിച്ചാൽ കളി അറിയാത്തവര് പോലും കളിക്കും. അതെ, എനിക്ക് ഫാൻസ് ഒക്കെ ഉള്ള കാര്യം അറിയോ? എവിടെ? ആഫ്രിക്കൻ കാട്ടിനുള്ളിലാ? നിങ്ങളെ ഞാൻ കളി പഠിപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കളിക്കാം. അവളുടെ ഒരു നോ കാരണം അടിച്ച് പൊളിച്ചു കളയും ഞാൻ. വെറുതെ ഒരു തമാശ അവന്റെ ഒരു തമാശ. സ്വന്തം ഭാര്യയുടെ കൂടെ സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ സമ്മതിക്കല. വല്ലവന്റെയും ഭാര്യ എന്തിനാടാ ഇങ്ങനെ വളയ്ക്കാൻ നോക്കുന്നത്? എടോ മിലിറ്ററി, ഇതൊന്നും ഇവന്റെ പ്രശ്നമല്ല. ഇവൾ ഇങ്ങനെ ഇളകി ഇളകി നടക്കുന്നോണ്ടാ. നിനക്ക് ഒറ്റക്കാലിൽ ഡാൻസ് കളിക്കാൻ അറിയോ? അറിയാലോ. നിനക്കൊന്നും അറിയില്ലടാ. അല്ലെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. അദ്ദേഹത്തിന് വിട്ടേക്ക്. എന്താ അദ്ദേഹമെന്നോ? അവനെന്താടി നിന്റെ കണവനോ? അവരൊന്നും ചെയ്യരുതേ. എന്തോന്ന് അവരോ? രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും പോലെ കളിക്കാണല്ലേ? പിക്നിക്കിന്റെ ഇടയിലെങ്കിലും ദിവ്യയോട് മനസ്സമാധാനമായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചാ എല്ലാവരും കൂട്ടം കൂടി കൊളാക്കുവാണല്ലോ. ദിവ്യയോട് എങ്ങനെ സംസാരിക്കുക? എന്തിനാടാ കുത്തിയെ? ക്യാരം ബോർഡിലെ ബ്ലാക്ക് കോയിനും വൈറ്റ് കോയിനും ഓരോന്നോരോന്നായി തിരിക്കുന്നത് പോലെ ഈ ഗ്രൂപ്പിനെ മൊത്തം തിരിച്ച് റെഡ് കോയിനെ മാത്രം, അതായത് നിങ്ങളുടെ ആളെ കറക്റ്റ് ആയിട്ട് കുഴിയിൽ വീഴ്ത്താം. എന്താടാ ഇത്? നിന്റെ ശരീരവും ബുദ്ധിയും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. കൈ തന്നെ. സൂപ്പർ ഐഡിയ. സരള ബീച്ചിലേക്ക് പോയാലോ? ഞാൻ പോകുന്നു. സാവിത്രി ചേച്ചി, അമ്മുക്കുട്ടി ചേച്ചി, ഇവിടെ വന്നേ. എന്നാ ജീവ? അവിടെ കോർണർ ഭാഗത്തെ ആൽമരം, നെല്ലിമരം, വേപ്പുമരം മൂന്നും നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ 100 തവണ വലം വെച്ചാ വിട്ടിട്ട് പോയ ഭർത്താവ് തിരിച്ചു വരുമെന്നാ. സംശയിക്കുന്ന ഭർത്താവ് വിശ്വസിക്കും ചെയ്യും. സത്യമാണോ? അയ്യോ, എന്നാ നമുക്ക് 1000 തവണ വലം വെച്ചേക്കാം. എന്റെ പുരുഷൻ തിരിച്ചു വരും ഉറപ്പല്ലേ? 2 wickets out. ഗുഡ് മോർണിംഗ് ലോണ്ടറി സാർ. നിങ്ങള് സത്യസന്ധനായ ലോണ്ടറിമാൻ അല്ലേ? അതിലെന്താ സംശയം? സാവിത്രി ചേച്ചിയുടെ തുണി തേക്കുന്ന സമയത്ത് അത് കീറിപ്പോയില്ലേ? കീറിയെന്നോ? യെസ്. എന്റെ അയൺ ബോക്സ് ആണ് സത്യം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കീറിയെന്നേ. ആ സാരി എടുത്തോണ്ടാ ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഒന്ന് പോയി നോക്ക്. സാവിത്രി മാഡം, സാവിത്രി മാഡം. 3rd wicket out. അങ്കിളെ, ഇവിടെ വന്നേ.
എന്താ അളിയാ പറ. ഇവിടെ നിങ്ങൾ ഷട്ടിലും കളിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഒരുത്തൻ നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്നു. ആരാത്? അതെ, ആ ജാക്സൺ. അവൻ എന്താ ചെയ്യുന്നേ? നിങ്ങളുടെ ഭാര്യ എടുത്ത സാരിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് പിന്നാലെ പോയിരിക്കുക. എടാ ലോണ്ട്രി, ഞാൻ ദാ വരുന്നടാ. ദാ വരിക. വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കാം. ഓ അനങ്ങിയില്ല അല്ലേ? ദാ വരികടാ, നിന്റെ അവസാനോടാ. 4th വിക്കറ്റ് ഔട്ട്. ഡയറക്ടർ സാറേ, ഇവിടെ അടുത്തെവിടെയും മമ്മൂട്ടി പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അവിടെ ഡയറക്ടർ വരാത്തോണ്ട് ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ. എന്റെ സൂപ്പർ സ്റ്റാറിന് ഡയറക്ടർ ഇല്ലെന്നോ? ഞാൻ പോവാം. ಜನಗಣಮನ ಅಧಿನಾಯಕ ಜಯ ಹೇ ಭಾರತ ಭಾಗ್ಯ ವಿಧಾತ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ 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 ಹೇ ಜನಗಣಮನ ಅಧಿನಾಯಕ ಜಯ ಹೇ ಭಾರತ ಭಾಗ್ಯ ವಿಧಾತ ಜನಗಣಮನ ಅಧಿನಾಯಕ ಜಯ ಹೇ ಭಾರತ ಭಾಗ್ಯ ವಿಧಾತ. ദിവ്യ, ടിഫിൻ റെഡി, വേഗം വാ. മോനെ, മോൻ കഴിക്കുന്നില്ലേ? വേണ്ട ആന്റി, പിന്നെ കഴിച്ചോളാം. ആ ശരി. ഹലോ. ഹലോ. ഇവിടെ നല്ല ക്ലൈമറ്റ് ആണല്ലേ? നല്ല ക്ലൈമറ്റാ. ഈ തിരമാല കരയിലേക്ക് വന്നിട്ട് പോകുമ്പോ എന്തോ പറയാൻ ആഗ്രഹിക്കുന്ന പോലെയില്ലേ? അതെ. പക്ഷേ പറയാൻ പറ്റുന്നില്ല. പറയാൻ അറിയാത്തതുകൊണ്ടാണോ അതോ കഴിയാത്തതുകൊണ്ടാണോ? ഈ തിരമാലകളുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ തോന്നുക. കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്ന് പറയും, പക്ഷെ പ്രണയം എന്നത് തുറന്നു പറഞ്ഞാലേ തിരിച്ചറിയും. അതുകൊണ്ട് വളച്ചു കെട്ടാതെ കാര്യം പറയാം. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളെ അവനവൻ കുറുക്കുന്ന എന്താളിയാ? അല്ല, നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? ആദ്യമായിട്ട് നിന്നെ ആ പെണ്ണിന്റെ സ്കൂട്ടറിന്റെ അടുത്ത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അധികം വൈകാതെ നീ ആ പെണ്ണിന്റെ കുരുക്കി ചെന്ന് പെടുവെന്ന്. നിന്റെ അന്നത്തെ സുപ്രഭാതം വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ആള് മോശക്കാരനല്ലോ. ഹലോ സാറേ, ഞാനാണോ തുണി കീറിയത് സാറാ. എന്താണാവോ? ഞാനൊട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു ട്വിസ്റ്റ് കിട്ടിയിരിക്കുക. ഞാൻ ഇങ്ങനെ അടിച്ചതാ, അടി മാറിപ്പോയതാണേ. ഉള്ളത് പറയട്ടെ, ഞാനിവിടെ വന്നതിന് ദിവ്യയ്ക്ക് വേണ്ടിയാ. പക്ഷെ എൻ്റെ മനസ്സിൽ തെറ്റായിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരും മുൻകൈ എടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന ഞങ്ങൾക്കുണ്ടാകുമോ എന്ന കുട്ടിക്ക് നിങ്ങളുടെയൊക്കെ പേര് വെക്കാം. എടാ, ഒരു കൊച്ചിനെങ്ങനെയാടാ 4 പേരുടെ പേര് വെക്കാൻ പറ്റുന്നേ? ശരി, എന്തായാലും കൊച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞ് സെന്റിമെന്റൽ ആക്കിയതല്ലേ. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ദിവ്യയെ നിനക്ക് കെട്ടിച്ചു തരുന്നതായിരിക്കും. കൈനീട്ട്. ജാനകി വിളിക്കുന്നതിന് അവരുടെ അമ്മയെ വിളിക്കുന്നത് എന്തിനാ? ഓ, നിങ്ങൾ വന്നായിരുന്നോ? അതെ. നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നാ. നിങ്ങൾ അവരെ കണ്ണിക്കുത്തല്ലേ? അല്ല, എന്താണ് കാര്യം? അതൊന്നുമില്ല. അത് പിന്നെ നമ്മുടെ ദിവ്യമോളുടെ കല്യാണക്കാരിയാ. മോളുടെ പ്രായം എങ്ങനെ ഓരോ വർഷം കൂടി കൂടി വരികയല്ലേ. ഇപ്പൊ നമ്മുടെ കോളനിയില് കല്യാണപ്രായം എത്തി നിൽക്കുന്ന ഒരേ ഒരു പെങ്കുച്ച് നമ്മുടെ ദിവ്യ. എന്താ കല്യാണ പെണ്ണുങ്ങളാരും ഇരിക്കാറില്ലേ? ചേട്ടാ, കാര്യം പറയട്ടാ. അത് നിങ്ങൾ ഓക്കെ ആണെങ്കിലേ നമുക്കറിയാവുന്ന ഒരു സുന്ദരനായ ചെക്കൻ ഈ കോളനിയിലുണ്ട്. അവന് കല്യാണം കഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പറയുന്ന പയ്യനെ പഠിപ്പിലും അന്തസ്സിലും സൗന്ദര്യത്തിലും ഏകദേശം എന്നെ പോലെ തന്നെ ഉണ്ടാവും. ഞാൻ എന്തായി പറയുന്നേ? സൗന്ദര്യത്തെ പറ്റിയാ പറയുന്നത്. ആവശ്യമില്ലാതെ ഇടയ്ക്ക് സംസാരിക്കുന്നത് എന്തിനാ? അങ്കിൾ, ഒരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത്. എന്റെ കല്യാണത്തെ കുറിച്ച് ആരും ആലോചിക്കണ്ട. എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ. നാട്ടില് ജനസംഖ്യ ഇല്ലാതായി പോവില്ലേ? ഒരു ആൺതുണ ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും എത്ര നാളെന്ന് വിചാരിച്ചാ? ഇതുപോലെ തന്നെയാ എന്റെ ഭാര്യയുടെ ബന്ധം വന്നപ്പോ വേണ്ടാന്നാ ഞാനും പറഞ്ഞോണ്ടിരുന്നേ. എന്നാ ഇപ്പോ പുള്ളിയെ വേണ്ടാതായി. നോക്കിയേ, ആൺതുണയില്ലാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊന്നുമില്ല. എനിക്കിപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ദയവേദി ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. എല്ലാം മോളുടെ ഇഷ്ടം. അകത്തേക്ക് വന്നേ. നോൺസെൻസ്. വെള്ളമുണ്ടിന് പശമുക്കിയ അവസ്ഥ പോലെ കല്യാണം വേണ്ടാന്നും പറഞ്ഞ് ഇങ്ങനെ സ്റ്റിഫായിട്ടിരുന്നാൽ എങ്ങനെയാ? ആനക്കറിയില്ലോ അതിന്റെ വലിപ്പം. ആന എന്നാടാ കണ്ണാടി നോക്കി നിന്നിരിക്കുന്നേ? വേണ്ടടുത്തും വേണ്ടാത്തടത്തും ഈ പഴഞ്ചൊല്ല് പറഞ്ഞ് തിരികെ കേട്ടല്ലേ? പോടാ. സൂപ്പർ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞേ. ശബ്ദിച്ചാ TV സീരിയൽ പോലും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല കേട്ടല്ലോ റാസ്കൽ. എടാ, നിനക്ക് ആ പെണ്ണിനെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. ഈ കോളനിയിൽ വേറെ എത്ര പെമ്പിള്ളാരുണ്ട്? കൊള്ളാവുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് കയറിയും കൊത്ത്. നിങ്ങളെന്താ ഹീറോയിനെ മാറ്റം പറയുന്നേ? എന്നാ പിന്നെ നമുക്ക് ഹീറോയെ മാറ്റിക്കളയാം. മതിയോ? ഇമ്പോസിബിൾ. എടോ തൊപ്പി. അതെ മോനെ, അതായത് ഈ ലവ് ആറില്ലേ. എടോ, താൻ എന്ത് കാര്യം പറഞ്ഞാലും അങ്ങോട്ട് പോകുന്നത് എന്തിനാ? ഒരു സൂചി കുത്താൻ ഇടം കിട്ടി അങ്ങോട്ട് തൂമേ കൊണ്ട് പോരുത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഓക്കെ, ഈ പ്രണയ യുദ്ധത്തില് അണ്ണാക്കിൽ ഞാൻ അമിട്ട് വെച്ച് കത്തി. അത് പൊട്ടില്ല. പ്രണയ യുദ്ധത്തില് മനസ്സോടെ ഇറങ്ങണം. ഒരു പെണ്ണിനൊരു ആൺതുണ അത്യാവശ്യമാണ്. ഈ ദിവ്യക്ക് മനസ്സിലാക്കി. അടുത്ത ഓസ്കാർ അവിടെ എഴുതി വെച്ചോ. താങ്ക് യു.
ഇന്നത്തെ ഈ ഒരു രാത്രിക്കുള്ളിൽ നിന്നെ ഞാൻ അവളുടെ മനസ്സിലേക്ക് കയറ്റാം. ഓപ്പറേഷൻ മിഡ് നൈറ്റ് അങ്ങനൊരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ കഥ ബാക്കപ്പാ. ആരാ അത്? ആരാന്നാ ചോദിച്ചേ? ആരാത്? മേജർ സാറേ, മേജർ സാറേ, എന്താ മോളെ, എന്ത് പറ്റി? ആരോ ഇവിടേക്ക് കല്ലെറിയുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. എന്തുമാത്രം കല്ല, ഒരു വീടുണ്ടാക്കാനുള്ള കല്ലുണ്ടല്ലോ. നീ വീട് പണിയാൻ വന്നതാ? ദേ നോക്കിയേ, ഏത് രാജ്യത്തുനിന്ന് ഏത് രാജ്യത്തേക്കാണ് ബോംബ് എറിയുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരു വീട്ടിലേക്ക് കല്ലെറിയുന്നവരെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് നോക്ക്, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ അയൽവക്കത്തുള്ളവർക്ക് എത്ര കാലം പറ്റും? അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്ക്. ഈ പെങ്കൊച്ചിന് ചടപടയുന്നൊരു കല്യാണം നടത്തുക. വീട്ടിലൊരു ആൺതുണയുണ്ടെങ്കിൽ പിന്നെ ഒരുത്തരം പേടിക്കേണ്ട കാര്യമില്ല. കല്ലെറിയുന്നവനെയൊക്കെ അവൻ കണ്ടുപിടിച്ചോളും. പിന്നെ എത്രയും വേഗം കല്യാണത്തിന് സമ്മതിക്കുന്നേ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വന്നാ പെട്ടെന്നൊരു കല്യാണം കഴിക്കുക. കല്ലിനെ കുറിച്ച് ചോദിക്കുമ്പോ കല്യാണത്തെ കുറിച്ചാണോ പറയുന്നത്? നിങ്ങളുടെ അഡ്വൈസിന് ഒരുപാട് നന്ദി. ദയവേത് ഇവിടെ നിന്ന് പോകാവോ? ഇൻസൾട്ട്. ദേ നോക്കുമോളെ, ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്റെ തീരുമാനത്തിൽ എത്തുക തന്നെ ചെയ്യും. ഫോളോ മീ. ഒരു 2 കല്ലും കൂടെ അറിഞ്ഞോ? അല്ല, അപ്പൊ നമ്മുടെ തല വീടില്ലേ? അളിയ, മിലിറ്ററി കാല് വാരിയല്ലോ. നൈസായിട്ടങ്ങ് സ്കൂട്ടായി. പാചകക്കാരൻ സ്വന്തം ബുദ്ധി കാണിച്ചു കേട്ടാ. നീ എറി അളിയ. ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കാൻ പോകുന്നില്ല. നീ ഒരാളാണെങ്കിൽ മുന്നേ വന്ന് നിക്കടാ. വെറുതെ മനുഷ്യനെ. എടാ, ഇവള് പണ്ട് വല്ല ധാരാവിലും ആയിരുന്നോടാ. ഒരുമാതിരി ലോക്കൽ റൗഡികളെ പോലെ പറയുന്ന കേട്ടില്ലേ? ഏയ്, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നേ വാടാ. പെണ്ണായതുകൊണ്ട് പേടിക്കുന്ന വെച്ചാണോ? അളിയ, ഒന്നും നോക്കണ്ട, ചാടിക്കും. ആ, ചാടി പോ. വേണ്ട മോളെ, മുന്നേ വരാൻ. എന്താ പറ്റി? ആരോ കല്ലെറിഞ്ഞോണ്ടിരിക്കുക. കല്ലെറിഞ്ഞു. ഡാ, ആരാത്? പുറത്തു വാടാ. മോനെ, ഇവിടെയാ. ഏത് ഭാഗത്തായാലും എന്താമേ? ഡാ, ആരാത്? പെണ്ണുങ്ങൾ മാത്രം അഭ്യാസം കാണിക്കാ. ഡാ, വാടാ, ഇവിടെ ഞാനുണ്ടാ. വാടാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. ഹലോ 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 ഹലോ. എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ, നീ STD ബൂത്തിൽ നിന്ന് പറയുന്ന പോലെ പറയുന്നുണ്ടല്ലോ. ഉടനെ വരാൻ വേണ്ടിട്ട് അവരൊക്കെ നിന്റെ അളിയന്മാരാ? കള്ള തിരുമാലികളാന്നേ. ഇനി ഒന്ന് കല്ലെറിഞ്ഞ് നോക്ക്, നമുക്ക് കാണാം. എങ്ങനെ അറിയാനാ? രണ്ടുപേരും ഇവിടെ നിൽക്കല്ലേ? മിണ്ടായിരിക്കട്ടെ. ആ, ആയിക്കോട്ടെ. ഇപ്പൊ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോന്നേന്ന്. അയ്യോ, എന്തിനാ ഇപ്പൊ കല്ലെടുക്കുന്നേ? തിരിച്ചറിയാൻ പോവാണോ? ഇല്ല, ഇത് പോലീസിനെ ഏൽപ്പിക്കാൻ പോവാ. അവര് നായെ കൊണ്ട് സ്മെല്ല് പിടിപ്പിച്ചിട്ട് കല്ലെറിഞ്ഞവൻ ആരാണെന്ന് കണ്ടുപിടിച്ചോളും. അയ്യേ, അതൊക്കെ പഴയ ഫാഷനാ. പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? കല്ല് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നായ ഓടും. ഇതിനൊക്കെ എന്തിനാ പോലീസ്? തന്നെ ഇപ്പൊ ശരിയാക്കി തരാം. ഡാ, ഏയ്, എന്തിനാ ഇപ്പൊ എറിയുന്നേ? എന്താ തിരിച്ച് വീണ്ടും അവർ എറിയുമെന്നാണോ? ഞങ്ങൾ ഇവിടെ നിൽക്കല്ലേ, പിന്നെ എങ്ങനെ ജീവ, ഈ 2 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ത്യാഗം നീ ചെയ്തേ മതിയാവൂ. ഈ ത്യാഗം നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താ ചെയ്യണ്ടേട്ടാ? നീ ഇവിടെ കാവല് നിൽക്കണോന്നാ പറയുന്നേ. അപ്പൊ പട്ടിയോ? അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ. ആ കല്ലെറിഞ്ഞ തെണ്ടി ഏത് നേരം വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നീ ഇവരുടെ കൂടെ താമസിക്കേ. പോ പോ. എക്സ്ക്യൂസ് മീ. ആ പെങ്കൊച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. ഹലോ. അയ്യോ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയാൽ മതി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. താങ്ക്സ്. ശരി. വാമ, നടക്ക്. ഓ, മിലിറ്ററി തെണ്ടി അവിടെ. എടോ, താൻ സത്യത്തിൽ മിലിറ്ററി ആയിരുന്നോ അതോ വാച്ച്മാൻ ആയിരുന്നോ? കല്ലെറിയാനുള്ള ഐഡിയ തന്നിട്ട് ഓടിപ്പോയില്ല താൻ. അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇതാണ് പ്രശ്നം. ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണമായിരുന്നു. താൻ അല്ലെങ്കിൽ ഒന്നിനും കൂടെ നിൽക്കാറില്ലല്ലോ. ഛേ, നല്ല ഐഡിയ ആയിരുന്നു. പൊട്ടാത്ത പടക്കം പോലെ ചീറ്റിപ്പോയി. ഞാൻ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഐഡിയ പ്രയോഗിച്ചിരുന്നതെങ്കിൽ അന്ന് തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയേനെ. ആ, ജാനകിയമ്മേ, സുഖമായിട്ടിരിക്കുന്ന? ഒരിടത്ത് നിന്ന് പറയടോ. എന്താ മാർക്കറ്റിൽ പോയിച്ചു വരുവാ? അയ്യോടാ, ഇന്ന സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് കാശ് എന്റെ തന്നായിരുന്നെങ്കിൽ അതുമായിട്ട് താൻ നാട് വിട്ടേനെ. ജോഗിങ്ങിൽ പോയി മേടിച്ചിട്ട് വാക്കിങ്ങിൽ കൊണ്ടുതന്നേനെ. അതിന്റെ ആവശ്യമില്ല. അയൽവക്കത്തുള്ളവരെല്ലാം സ്വന്തം ആൾക്കാരാണെന്നുള്ള വിശ്വാസം പാടില്ലെന്ന് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി. എന്നാലും നിങ്ങളും മറ്റുള്ളവരെ പോലാണെന്ന് ഞാൻ കരുതിയില്ല. ജാനകിയമ്മേ, ജാനകിയമ്മേ. എടോ, കളഞ്ഞിട്ട് പോയില്ലേ, പിന്നെ ഇവിടെ നിന്ന് കെഞ്ചി നിന്നിനാ. അതുകൊണ്ടല്ല, ആ അമ്മ എന്നോട് ഇതുവരെ കാണിച്ച മര്യാദ യൂണിഫോം പോലെ പടേന്ന് കീറിപ്പോയല്ലോ. ആ യൂണിഫോമിന്റെ പേരിൽ മാത്രമാ താനിപ്പോഴും ഈ കോളനിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ. അത് ഇന്ന് രാത്രി തന്നെ ഞാൻ കൊണ്ടുപോയി കത്തിച്ചു കളയും. അവരൊരു പാവം ആയതുകൊണ്ട് മാത്രമാ തന്നെ വെറുതെ വിട്ടെ. വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ തന്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചേനെ. യെസ്, ഇനി ഞാൻ ആ സ്ഥാനത്തെങ്കിലേ എന്നാടാ ചെയ്യുക? തുപ്പാൻ പോലും എന്റെ മോന്ത കൊള്ളുകയല്ലേ. യെസ്, നിന്നെ ശരിയാക്കി തരാടാ. എന്താടാ പറ്റിയേ? ആട്ടിറച്ചിയും തിന്നോണ്ട് മിലിറ്ററി റമ്മും അടിച്ചോണ്ട്
കൂർക്കം വലിച്ചുറങ്ങുന്ന പരട്ട മേജറെ, കല്ലെറിയാൻ ഐഡിയ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം എന്തായടോ? വെള്ളം അടിച്ച് മനസ്സ് വിഷമിച്ച് നിൽക്കുക, പിന്നെ കുത്തി നോക്കില്ല. അതുകൊണ്ടല്ലേ ഏട്ടാ, ഇതിന് എന്നെ പോലെ റൊമാൻസ് ലുക്ക് വേണം. എവിടെ ആ മോന്തൊന്ന് കാട്ടിയേ, ഇതാണ് റൊമാൻസ് ലുക്ക്. അതെ, അതുകൊണ്ടാണല്ലോ എന്റെ വണ്ടിയിലെ TV, ഡെക്ക്, ടേപ്പ് റെക്കോർഡർ, സെല്ലുലാർ ഫോൺ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ അതൊക്കെ വന്നു. കട്ടതല്ലേ? Correct. കണ്ട, ഡയറക്ടർക്ക് ബുദ്ധിയുണ്ട്. അല്ല, വയറ് മൊത്തം ഐഡിയ അങ്ങനെ വന്നതാ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണം. ഇയാളോട് എന്തിനാ ചോദിച്ചത്? നോക്ക്, നടന്നതെല്ലാം നടന്നു കഴിഞ്ഞു. നടക്കാത്തത് പിന്നെ ഓട്ടോ പിടിച്ചു പോവോ? നിങ്ങളെല്ലാരും ഇവിടെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹീറോയ്ക്ക് ഡയലോഗ് ഒന്നുമില്ലേ? ഹീറോയുടെ ഫീലിംഗ്സ് ഓഡിയൻസ് അറിയണ്ടേ? കറക്റ്റ്. നിന്റെ ഫീലിംഗ്സ് എന്താണ്? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഞാനെന്ത് പറയാനാ? നടക്കട്ടെ. എന്നാ പിന്നെ എന്തെങ്കിലും പറഞ്ഞു തൊലകെ. ഓക്കെ, ഈ പ്രശ്നം എനിക്ക് വിട്ട് തന്നേക്ക്. ആലക്ക് പിഴിഞ്ഞുണക്കി ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നേക്കാം. അത് തന്നെയല്ലേ ഇപ്പോഴും നീ ചെയ്തോണ്ടിരിക്കുന്നത്. അതല്ല ചേട്ടാ, അവനെ കൊണ്ടൊരു ലവ് ലെറ്റർ എഴുതിപ്പിച്ച് എന്റെ കയ്യിൽ തന്നേക്ക്. ഞാനത് എങ്ങനെയെങ്കിലും ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്ത് കല്യാണത്തിന് സമ്മതിപ്പിക്കാം. അങ്ങനെ നടന്നില്ലെങ്കിൽ എന്റെ പേര് ജാക്സൺ എന്നല്ല. എന്നാ പിന്നെ ഈ തവണയും പറയുന്നത് കേൾക്കാം. നീ ലെറ്റർ എഴുതി കൊടുക്ക്. ദിവ്യമോളെ, ദിവ്യമോളെ. ഇതെന്താ മോളെ വിളിച്ചപ്പോ അമ്മയാണല്ലോ വരുന്നത്? ആരും വന്നാലും നമുക്കെന്താ? എന്താ ജാക്സൺ ഒരു വെപ്രാളം പോലെ? എന്താ കാര്യം? ഒന്നുമില്ല, ചില കാര്യങ്ങൾ സ്ലോ ആയിട്ടല്ലേ നടക്കൂ, ചില കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അത് മാറ്ററിനനുസരിച്ചിരിക്കും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ആക്രാന്തം കാണിച്ചില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല മാഡം. എന്റെ തേപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സെല്ലുലാർ ഫോണും കൊണ്ട് വന്നതിൽ നിന്ന് തന്നെ കാര്യം എത്ര സീരിയസ് ആണെന്ന് മനസ്സിലാക്കണം. അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താ ജാക്സൺ? കാര്യം ഒരല്പം സീരിയസ് ആണ്, പക്ഷെ അത് കോമഡി ആയിട്ട് കാണണം. ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. ശരിക്കും കാര്യം എന്താണെന്ന് വെച്ചാലേ, അവർ രണ്ടുപേരും സീരിയസ് ആയിട്ട് നിൽക്കുമല്ലോ. ഇവനെന്താ പിരി ലൂസായ പോലെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്? ഇയാളിത് കുളമാക്കോ? കാര്യം എന്താന്ന് പറഞ്ഞിട്ട് ചിരിക്ക്. പുരാണ കാലത്ത് ഈ പ്രാവിനെയും മയിലിനെയും കാക്കയൊക്കെ ഉപയോഗിച്ച് പ്രണയം ഒരു കത്തായിട്ട് എഴുതി അതുങ്ങളുടെ കാലിൽ കെട്ടി ദൂതായിട്ട് അയച്ചു കൊടുക്കും. അതേപോലെ നിങ്ങൾക്കും നിങ്ങളിത് കോമഡി ആയിട്ട് എടുക്കാവൂ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അമ്മ ഇവിടെ ഉണ്ട്, നാട്ടുകാരെല്ലാരും ഉണ്ട്, എല്ലാവർക്കും കൂടെ കൂടി തീരുമാനം എടുക്കാമല്ലോ. ഇത് വായിച്ചിട്ട് നിങ്ങളുടെ തീരുമാനം പറ. ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടല്ലേ? ഹലോ, എന്തിനാ എന്നെ അടിച്ചത്? പറഞ്ഞാൽ കൊള്ളാം, പറഞ്ഞിട്ടടിക്കണ്ടേ? ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടിയായിട്ട് എന്റെ അടുത്ത് വന്നാ ഇപ്പൊ കൈകൊണ്ട് കിട്ടിയത് എന്റെ ചെരുപ്പോണ്ടായിരിക്കും കിട്ടുക. അവന്റെ ഒരു ലവ് ലെറ്റർ. ലവ് ലെറ്ററോ? ആരെഴുതിയതാ? അല്ല, അത് പിന്നെ പറ, ആരാ എഴുതിയത്? അത് എഴുതിയാളുടെ പേര് എഴുതിയിട്ടില്ലേ? ഇതില് പേരുണ്ടായിരുന്നെങ്കിൽ നിന്നെയല്ല അവനെ തന്നെ അടിച്ചേനെ. അവൻ പേര് എഴുതിയില്ലേ? അവന് എനിക്കിട്ട് പണതല്ലോ. നീ കാത്തു നിന്നിട്ട് കാര്യമില്ല. പ്രൊസീഡ്, ജമ്പ്. ആരാ ഇത് എഴുതിയത്? പറ. പിന്നെ എന്താ പറഞ്ഞേ? ഇതെന്താ സീരിയസ് ആയിട്ട് അടിക്കുന്നേ? സീരിയസ് ആയിട്ട് അടിക്കുള്ളൂ. എന്താടാ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി അലമ്പുണ്ടാക്ക? എന്തിനാടാ നീ എന്നെ അടിക്കുന്നേ? ഞാൻ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും. ആ മിലിറ്ററി വിളിക്കടാ. ആവശ്യമില്ലാതെ എന്റെ പേരെന്തിനാ വലിച്ചഴിക്കുന്നത്? ആ ലവ് ലെറ്റർ ആരുടെയാടാ? ആരെഴുതുക? ആരാ എഴുതിയെന്നോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? എന്താ നിനക്ക്? നീ എന്താ കളിക്കുക? പറഞ്ഞോ. എന്ത് പറയണമെന്ന്? ആ ഒരു പാവം പെങ്കൊച്ച, അടക്കം ഒതുക്കമുള്ള പെങ്കൊച്ച. ആരുടെ മുഖത്ത് പോലും നോക്കാറില്ല. അതെന്താ മുഖത്ത് നോക്കാത്ത? കഴുത്ത് വിളിക്കൊണ്ട് ഇടയിൽ കയറി കളവണാന്ന് പറയരുത്. കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോളാം. ആ പെങ്കൊച്ചിന് നീ ലവ് ലെറ്റർ കൊടുക്കുമല്ലേ? ലവ് ലെറ്റർ എന്താ ചെയ്യേണ്ടത് നോക്കി. അങ്ങോട്ട് പോടാ. നിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് മേജർ അങ്കിൾ, ഇങ്ങനെ തല്ലല്ലേ. അവനെ വെറുതെ വിടരുത്. പോലീസിന് ഫോൺ ചെയ്തിട്ട് ആ ലെറ്റർ എഴുതിയത് ആരാന്ന് കണ്ടുപിടിക്കണം. ആ ഫോണിൽ തന്നെ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഇപ്പൊ എവിടെന്നാ? ഇവിടെ അടുത്തെന്ന് പറഞ്ഞ നീ ആയിരുന്നോ ഫോണിൽ സംസാരിക്കോ? നീ ഇത് എവിടെ നിന്ന് കിട്ടിയാറാ? അതെ, സെല്ലാർ മേടിക്കാൻ എന്റെ കാശുണ്ടോ? തുണിയുടെ കാശ് വരാനില്ലാത്തതിന് പകരം ഒരുത്തൻ തന്നിട്ട് പോയതാ. പിന്നെ ഈ കുന്ത്രാണ്ടോ എന്തിനാണ് കൈ കൊണ്ട് നടക്കുന്നത്? എന്താ ചേട്ടാ, എന്തു പറ്റി ഇയാൾക്ക്? അത് ആ പട്ടിയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്ക്. അതെ, നിങ്ങൾ ചേച്ചി ചോദിച്ചാൽ അവളോട് സംസാരിക്കുന്നത് എന്തിനാ? വെറുതെ ആണെന്നോ? നിന്നെ ഉണ്ടല്ലോ, നിന്നെ ലവ് ലെറ്റർ കൊടുക്കും. ആ ലവ് ലെറ്റർ പ്ലാൻ ഫെയിലർ ആയി കഴിഞ്ഞപ്പോ ഹീറോയുടെ തലയിൽ തേങ്ങ വീണതുപോലെ ആയിപ്പോയി. ഇപ്പൊ ഡയറക്ടറിന്റെയും തലയിൽ വീണു. എന്തു പറ്റി? മൂടോട്ടാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ളവരെല്ലാം ഇത്രയും നാൾ ഒരു കുടുംബം പോലെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പെന്താന്നറിയില്ല, എല്ലാവർക്കും എന്തോ ഒരു മാറ്റം പോലെ. എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ എനിക്ക് ആ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഫ്യൂച്ചർ വൈഫിന് വേണ്ടി അവനൊരു സാരി വാങ്ങിയിട്ട് പോയില്ലേ? അയാള് നിന്റെ വീടിനടുത്തുള്ള ആളെന്നല്ലേ പറഞ്ഞേ? അതെ.
അവൻ തന്നെ നിന്റെ കോളനിയിലുള്ള എല്ലാവരെയും സെറ്റപ്പ് ചെയ്ത് നിന്നെ വളച്ചെടുക്കാൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എന്റെ 6th സെൻസ് പറയുന്നുണ്ട്. അയാൾക്കൊന്നും അറിയില്ല മാഡം. അദ്ദേഹം മാത്രം ഞങ്ങളിപ്പോ സപ്പോർട്ട് ചെയ്യുന്നേ. ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യുന്നത് വീഴ്ത്താനാണെങ്കിലോ? അയ്യോ, ഇങ്ങനെ കണ്ണു മൂക്കില്ലാതെ എന്നെ അടിച്ചെടുത്തിരാ. ഒപ്പിടാതെ അവൻ പറ്റിച്ചേ. എനിക്കിത് പോരാ, ഇനിയും കിട്ടണം. ഇനിയും വേണമെന്ന് പറയുന്ന കേട്ടില്ലേ, കൊടുക്ക്. ഇവന്റെ ദേഹത്തല്ല മോന്തയ്ക്കായിരുന്നു അടിക്കേണ്ടത്. എടാ ലോണ്ടറി സാറേ, നിനക്ക് തല്ല് വാങ്ങേണ്ട സമയമായിരുന്നു, ഞങ്ങൾക്ക് അത് തരേണ്ട സമയമായിരുന്നു. ഇതിനൊക്കെ നീ എന്തിനാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നേ? ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ജീവ, നിന്റെ ലവ് മാറ്ററൊക്കെ എന്നെ പോലുള്ള ക്രിയേറ്റീവ് ഡയറക്ടറോട് പറയണ്ടേ? നിന്റെ പ്രണയം പാറി പറക്കണമെങ്കിൽ 4 ഹെലികോപ്റ്റർ പറയട്ടെ സാറേ. സൈലൻസ്. സൈലന്റ് ആയിട്ട് എങ്ങനെ ഹെലികോപ്റ്റർ പറക്കും? ഒരു ബിൽഡപ്പ് സീൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ വെച്ച് ചെയ്യണം താൻ. ചെയ്യാം. എന്റെ ഡയറക്ഷൻ ഐഡിയയില് ദിവ്യക്കും ജീവിക്കും RGB കളറില് സിനിമാസ്കോപ്പിൽ പ്രണയം വരുന്ന പോലെ ചെയ്യാം. എങ്ങനെ? റേപ്പ്. റേപ്പാ? ആ, ആരെ? ദിവ്യയെ തന്നെ. എടാ. നോ, 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 നോ. ഞാൻ കണ്ടെത്തിയിരിക്കുന്ന വില്ലൻ അരേ ഓ സാമ്പ, അവൻ ചെയ്യും റേപ്പ്. എടാ, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടോ തൊപ്പിക്കാരാ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ? എടോ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ റൗഡികളെ വെച്ച് റേപ്പ് ചെയ്യുന്നോ? കൊന്നുകളയും ഞാൻ. ഡയറക്ടർ പറയുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കലേ. വിചാരിക്കുന്ന പോലെ ഒറിജിനൽ റേപ്പ് അല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വില്ലൻ ദിവ്യയെ റേപ്പ് ചെയ്യുന്ന പോലെ അഭിനയിക്കും. ആ സമയത്ത് ഒരു മാസ് എൻട്രിയോട് കൂടി അവിടേക്ക് കയറി വന്നാൽ ആ റവടിയെ ചുരുട്ടിക്കൂട്ടാം, അവളെ രക്ഷിക്കുകയും ചെയ്യാം. അവളുടെ രക്ഷകനാവുന്ന നീയല്ലേ? ഞാൻ ഉണ്ടാക്കിയ പ്ലാൻ വെച്ച് ആ റൗഡി രക്ഷപ്പെടും. പെട്ടെന്നൊരു റൊമാൻസ് ക്രിയേറ്റ് ആവും. അവള് നിന്നെ ഇമ്മ നോക്കും. നീ അവളെ നോക്കും, അവള് നിന്നെ നോക്കും. അവൾക്കൊരു ക്ലോസപ്പ്, നിനക്കൊരു ക്ലോസപ്പ്. അവൾക്കൊരു ക്ലോസപ്പ്, നിനക്കൊരു ക്ലോസപ്പ്. അവൾക്കൊരു ക്ലോസപ്പ്, നിനക്കൊരു ക്ലോസപ്പ്. നിങ്ങൾ രണ്ടുപേരും കമ്പൈൻ ഷോട്ടിൽ. ഹലോ ഹീറോ, റേപ്പ് നടന്നിട്ടില്ല, രക്ഷിച്ചിട്ടുമില്ല, പിന്നെ എന്ത് ഇമാജിൻ ചെയ്യുക? എടാ, കാര്യം പറഞ്ഞു തീർക്കടാ. എടാ, നിന്നെ കൊന്നുകളയും ഞാൻ, പറയടാ. എടാ, എപ്പ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറ, ഇല്ലേ ബോംബ് വെക്കും ഞാൻ. നാളെ കാലത്ത് തന്നെ റേപ്പ്. ഭദ്രകാളി. എടാ, ഇവൻ എന്താ റൗഡിയാണോ അതോ വെട്ടാൻ കെട്ടിയിട്ട് പോത്ത് ഇറങ്ങി ഓടിയതാണോ? എന്തിനാ നിന്ന് തുള്ളുന്നേ? ഹീസ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഓഹോ, ഒരു ദിവസം മുന്നേ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടറിൽ പൂണ്ടു വിളയാണ്. അവൻ പൂണ്ട് വിളയാടട്ടെ, താൻ ആക്ഷൻ പറ. ആക്ഷൻ. മുരുകനുക്ക് നന്ദനുക്ക് മുരുകനുക്ക് നന്ദനുക്ക്. ദേ, ആ പെങ്കുച്ചു വരുന്നുണ്ട് കേട്ടോ. എടാ മൊട്ടതല്ലേ, പോടാ. ഹര ഹരോ ഹര ഹര സ്വാമിയേ ഹര ഹര. ഇവൻ എന്താ റേപ്പ് ചെയ്യാൻ പോവാണോ അതോ പള്ളിക്ക് കാവടി എടുക്കണോ? നിർത്തടി വണ്ടി. മുരുകനുക്ക് ഹരോഹര നന്ദനുക്ക് ഹരോഹര. മുരുകനുക്ക് ഹരോഹര നന്ദനുക്ക് ഹരോഹര. എടോ, ക്യാമറ തിരിക്ക്. നീ എവിടത്തെ ഡയറക്ടറാടാ? റേപ്പ് ചെയ്യാൻ ഒരു റൗഡി കൊണ്ടുവരാൻ പറഞ്ഞ പിച്ചക്കാരനെ കൊണ്ട് ഇങ്ങ് വന്നിരിക്കുക. അവള് കൊടുത്ത 10 പൈസ വാങ്ങിച്ച് അവിടെ നിൽക്കുന്ന കണ്ടില്ലേ? തിരിയാ അങ്ങോട്ട്. അവൻ പിച്ചക്കാരനൊന്നും അല്ല. പിന്നെന്താ കൊച്ചിക്കാരനാ? ഞാൻ അവനെ ബുക്ക് ചെയ്ത സമയത്ത് അവൻ പിച്ചക്കാരന്റെ വേഷം ചെയ്യുമായിരുന്നു. ആ ക്യാരക്ടർ വിട്ട് ഇതുവരെ പുറത്തു വന്നിട്ട്. ഇനി എപ്പോഴാ പുറത്ത് വരുന്നേ? നിന്റെ കണ്ണ് ബെൻസ് കാറിന്റെ ഹെഡ്ലൈറ്റ് പോലെയുണ്ട്. നിന്റെ മൂക്കുണ്ടല്ലോ വെസ്പ സ്കൂട്ടറിന്റെ മുൻവശം പോലെയുണ്ട്. മൊത്തത്തിൽ നിന്റെ ബോഡി ലംബോർഗിനി പോലെയുണ്ട്. എടോ, എന്തുവാടോ അത്? നാളെ ഒരു മെക്കാനിക്കിന്റെ റോൾ ചെയ്യാൻ പോവാ, അതിന്റെ പ്രാക്ടീസ്. നമ്മുടെ ക്യാരക്ടറിലേക്ക് എപ്പോഴാ വരിക? പോകുന്ന പോക്ക് കണ്ടിട്ട് ആ ക്യാരക്ടർ ഞാൻ ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നേ. ചക്കരെ ചെയ്യടാ. ഇപ്പൊ ഞാൻ തയ്യാറായില്ലല്ലോ. എടോ, തനിക്കെങ്കിലും അതിന് ധൈര്യം ഉണ്ടോ? 1986 തന്നോടൊക്കെ പറഞ്ഞ എന്നെ മുക്കാലി കെട്ടിയിട്ട് തല്ലേ വേണ്ടേ? തനിക്ക് എന്താ വേണ്ടത്? നിന്നെ ഞാൻ റേപ്പ് ചെയ്യാൻ പോടി. ഷോൾ എടുത്ത് മാറ്റി. ഞാൻ ഈ നാട്ടിലെ പേര് കേട്ടൊരു റേപ്പിസ്റ്റ് ആണ്. എടി, എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. പെട്രോളില്ലേ? ദേവനാടാ പെങ്കുച്ചനോടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ പുതിയതാണല്ലോ. വന്നേ പോയി നോക്കാം. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, എന്താ ചെയ്യാ? അവനോട് ഓടിച്ചെല്ലാം പറ. സീൻ പഞ്ചാവാൻ വേണ്ടി ബൈക്കിൽ വരാൻ പറഞ്ഞു. നിന്റെ സീൻ ഒന്ന് ഓടാൻ പറ. എടാ, മരവണ്ട, മലയാളത്തിൽ പറ. ഓടിക്കോ. നീ എന്താ ഈ പെങ്കുച്ചനോട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അവൻ മാത്രമാണല്ലോ വരുമെന്ന് പറഞ്ഞേ, പിന്നെന്തിനാ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്? നിനക്ക് ഒരാള് പറ്റാത്തോണ്ട് ഞങ്ങൾ 5 പേര് വന്നിട്ടുണ്ട്. മേലാലെ നീ പെമ്പിളാരെ മേത്ത് കൈവയ്ക്കാൻ നോക്കണം. റൗഡി നമ്മളെ കാണിച്ചു കൊടുക്കോടെ. ഈ ഐഡിയ പറഞ്ഞ ഡയറക്ടർ എവിടാ? ഗണ്ണുണ്ടായിരുന്നു, ഞാൻ ഷൂട്ട് ചെയ്തേ. ബണ്ണുണ്ടായിരുന്നെങ്കിൽ താൻ വായി കുത്തി കയറ്റിയേനെ. പാടോ. അയ്യോ, എന്നെ തല്ലാതെ. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാ.
കഴിഞ്ഞ മമ്മൂട്ടി പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നേ. ഒരുത്തൻ എനിക്ക് കുറച്ച് പൈസ തന്നിട്ട് ഈ കൊച്ചിനെ റേപ്പ് ചെയ്യുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞു. ഇതൊക്കെ അഭിനയമാ. എന്നെ വെറുതെ വിടാൻ പറഞ്ഞു. എന്താ ഇവിടെ? ആ, ഇവനാ എനിക്ക് പൈസ തന്നെ. എടാ, നീ പറഞ്ഞ സീനില് ഫൈറ്റ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഇവനാ മോളെ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞേ. അല്ല, ഞാനല്ലെന്ന്. അയ്യോ വേണ്ട, അദ്ദേഹത്തെ വിട്ടേക്ക്. അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട പ്ലീസ്. എല്ലാരും പൊയ്ക്കോളൂ. നിന്റെ ഭാഗ്യമാണത്. വൃത്തികെട്ടവൻ. എന്താ ഇത്? ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളാണോ? ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് നിങ്ങളാണോന്ന്? നിങ്ങളാണോ? അതെ. ദിവ്യ, അകത്തേക്ക് വരരുത്. ദിവ്യ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതുവരെ എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഞാൻ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തൊന്നും അല്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. എന്താ ഞാൻ വിശ്വസിക്കേണ്ടത്? നടു റോട്ടിൽ എന്റെ ജീവിതം വെച്ച് കളിച്ചതോ അതോ ആ റൗഡിയെ വെച്ച് എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതോ? ഛേ, നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൺമുന്നിന്ന് പൊയ്ക്കോ. ഒരു ചെറിയ തെറ്റുപറ്റിപ്പോയി എനിക്ക്. അതിനെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും ദിവ്യ മനസ്സിലാക്കുന്നില്ല. എന്റെ മനസ്സിലുള്ളത് ഇന്നെങ്കിലും നിങ്ങളോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അതുകൊണ്ട് നിങ്ങളോട് രണ്ടുപേരോടും മാപ്പ് ചോദിക്കാനാ വന്നേ. ദിവ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവനേക്കാളും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഈ കോളനിയിലേക്ക് വന്നതേ അവൾക്ക് വേണ്ടിയാ. ദിവ്യയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവളെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെ ജാനകിയമ്മേ, ഇവര് രണ്ടുപേരും ഒരുമിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നെ അവരെ രണ്ടുപേരും കല്യാണം നടത്താൻ വേണ്ടിയാ. അത് ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റൂ. യെസ്, only you can do it. ജീവയെ പോലെ ഒരു നല്ല പയ്യനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. യെസ്, ഓൺലി യു ക്യാൻ ഡു ഇറ്റ്. വാളിയ പോവാ. മോളെ നോക്ക് മോളെ, ഞാൻ പറയുന്നത് മോള് സമാധാനത്തോട് കേൾക്കണം. ചിലത് നമ്മൾ ചിന്തിക്കാതെ നടക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ തരുന്ന അവസ്ഥ വന്നാ പിന്നെ അതിന്റെ പേരിൽ ഈശ്വരനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് നോക്ക് മോളെ, നമ്മൾ ആഗ്രഹിക്കുന്നവരെ നമുക്ക് ലഭിച്ചില്ലെങ്കിലും സാരമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ജീവ നല്ലൊരു പയ്യനാ മോളെ. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു ജോലിയുണ്ട്. നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കും എന്തോ അത് നല്ലതാണെന്ന് തോന്നുന്നു. നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്ന് നിനക്കൊരു ജീവിതം ലഭിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് മോളെ. അമ്മേ, വേണ്ട അമ്മേ, എന്റെ കല്യാണം കഴിഞ്ഞതാ. ഞാൻ നിങ്ങളുടെ മരുമകളാ. ഒരമ്മായിയമ്മയുടെ സ്ഥാനത്തല്ലാതെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താ ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടുള്ളത്. എനിക്കിങ്ങനെ ജീവിച്ചാ മതി. മറ്റൊരു കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ അമ്മ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഞാൻ എപ്പോഴും അമ്മയുടെ മോള് തന്നെയാ. വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, ആരുടെ തുണയും വേണ്ട. എന്റെ അമ്മ എന്നും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. എനിക്കത് മാത്രം മതി, അത് മതി. എവിടെയോ ടൈമിംഗ് മിസ്സായിപ്പോയി. അല്ലെങ്കിൽ എന്റെ സീൻ ഇങ്ങനെ ആവാറില്ല സാർ. ഹീറോ ഈ വശത്തുനിന്ന് വരുന്നു, ഹീറോയിൻ ഈ വശത്തുനിന്ന് വരുന്നു. ദ ലിങ്ക് ഈസ് കറക്റ്റ്, ബട്ട് വില്ലൻ ഈസ് ക്രിയേറ്റിംഗ് ദ പ്രോബ്ലം. വൈ മാൻ വൈ? എടാ ഡബിൾ ഡെക്കറേ, ഹൂ ഈസ് ദാറ്റ്? ഐ ആം ദാറ്റ്. എന്താ മൂന്നുപേരും കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്നത്? നെക്സ്റ്റ് ക്ലോസ് അപ്പ് ഷോട്ട് ആണ് എടുക്കാൻ പോകുന്നേ. കം ഹിയർ.
ഓ നീ വലിയ ഡയറക്ടറാ, അതുകൊണ്ട് എപ്പോ നോക്കിയാലും കൈ അതെ, ഇങ്ങനെ അതെ. പിടിച്ചേക്കുന്നല്ലേ? കൈ ഇല്ലാത്തവൻ പിന്നെ എന്ത് വെച്ചിട്ടാടാ ഡയറക്ട് ചെയ്യാൻ പോകുന്നേ? സപ്പോസ് പുറം ചൊറിയണെങ്കിൽ എന്ത് വെച്ച് ചൊറിയും നീ? കൈ രണ്ട് കേട്ടറാ. എന്താ പറഞ്ഞേ? നീ വലിയ ഡയറക്ടറാണ്, നീ എഴുതുന്ന ലവ് സീൻ വേൾഡ് റെക്കോർഡ് തന്നെ തകർത്ത് കളയും എന്നല്ലടാ? എന്നിട്ട് ഇപ്പൊ അവസാനം അവന്റെ ജീവിതം തന്നെ അമ്മേ, തകർത്തു അല്ലടാ? Stop it, I say. Shut up. കൈ കേട്ടറാ. ആ ഇനി പറ. ഹീറോ എന്റെ ലേറ്റ് എടാ, ആയി നിന്റെ പോയി. കൈ ഞാൻ വെട്ടിക്കളയും കേട്ടോ. നീ ഇനി എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്ന് അറിയണ്ട. നേരെ ദിവ്യയുടെ അടുത്തേക്ക് പോയിട്ട് അവളുടെ കൈയും കാലും പിടിച്ചിട്ട് ഈ ദാരിദ്ര്യം കെട്ട സീൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ നീയാ. ജീവയ്ക്കും ഈ കാര്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അരുവാടുത്ത് വെട്ടി തുണ്ടാക്കും. അതിന് ഞാൻ മടിക്കില്ല. ആരടാ അത്? ഞാൻ തന്നെ. എടോ ഞാൻ തന്റെ അടുത്ത് നിൽക്കല്ലേ, താനെന്തിനാ അലറി വിളിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? ആർമി ഹാബിറ്റ്. എന്തോന്ന് Stop it, I ഹാബിറ്റ്? say. കൈ മാറ്റി പിടിക്കലാ. ചില സീനിൽ വരേണ്ട കഥ നമ്മൾ തന്നെ എഴുതണം. മറ്റു ചില സീനുകളിൽ ലവേഴ്സ് തന്നെ എഴുതിക്കോളും. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഈ കഥ ലവേഴ്സിന്റെ കയ്യിലേക്ക് കൊടുത്തേക്കാം. നൗ ദ ഹീറോ ഈസ് ഇൻ പാത്തറ്റിക് മൂഡ്. ജൂലി, വാ വാ. നീ മനസ്സിലാക്കിയത്ര പോലും ദിവ്യേനെ മനസ്സിലാക്കിയില്ലല്ലോ. ജൂലി, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? കണ്ണി കണ്ടവന്മാര് വിളിച്ചങ്ങ് പോവാ. എത്ര തവണ പറഞ്ഞു ഞാൻ. എന്ത് ജന്മമാണോ ഇത്? കാണുമ്പോ തന്നെ വെറുപ്പ് തോന്നുക. ഛേ, നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി മേലല്ല ഇങ്ങനെ ചെയ്തു പോരുത്. ജനിച്ചത് എന്തിനാന്ന് പോലും അറിയാതെ ചുറ്റിത്തിരുന്ന കുറെ ജന്മങ്ങളുണ്ട്. നാണോ ഇല്ലേ? ഇവിടുന്ന് ഒരടി നീങ്ങിയാ കൊന്നുകളയെ ഞാൻ. നിക്ക് ദിവ്യ, നീ ദേഷ്യപ്പെട്ടത് നായോടല്ല, നിന്നെ മനസ്സിൽ വെച്ച് ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു പാവത്തിനെയാ. അവനോടാണ് നീ ദേഷ്യപ്പെട്ടതെന്ന് അവന് മനസ്സിലായില്ലെന്ന് കരുതിയോ? മനസ്സിലാവുമെന്ന് വിചാരിച്ച് തന്നെയാ പറഞ്ഞത്. എന്ന് കരുതി ഇത്രയ്ക്ക് മോശമായിട്ട് നീ സംസാരിക്കണോ? പാവം, അവൻ എന്തുമാത്രം വിഷമിച്ച് കാണാൻ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് അറിയില്ല. അയാൾ ആഗ്രഹിക്കുന്നത് ഒന്നും തന്നെ നടക്കില്ല. പിന്നെ എന്തിനാ വെറുതെ മോഹങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നേ? അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. ഇനി അദ്ദേഹം എന്റെ പിന്നാലെ നടക്കില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടതിൽ തെറ്റില്ല. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത് തന്നെയാ. പക്ഷേ ഞാൻ മോശമായിട്ടൊന്നും കരുതിയിട്ടല്ല. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. ദയവേത് ഇങ്ങോട്ടേക്ക് വരരുത്. ദേ നോക്ക്, നിങ്ങൾക്ക് എന്റെ അടുത്തുണ്ടായിരുന്ന വിശ്വാസം ഞാൻ തന്നെയാ നശിപ്പിച്ചേ. ഐ എം വെരി സോറി, പ്ലീസ്. ദേ നോക്കിയേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നതല്ല. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞൂടെ? പിന്നെ സമാധാനമായിട്ട് മിസ്റ്റർ, പോവാലോ. കണ്ട ഒരു മാന്യനായി തോന്നുന്നുണ്ടല്ലോ. എന്താ ഇവിടെ പ്രശ്നം? ഞാൻ അന്ന് ഇവനെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ സഹായിക്കുന്നവനാണ് നല്ലവനാണെന്ന് നീ പറഞ്ഞു. ദേ നോക്ക് മിസ്റ്റർ, ഇനി മേലല്ല എന്റെ കടയിൽ നിങ്ങളെ കാണരുത്. പുറത്തു പോ. മാഡം നിങ്ങള് ഇറങ്ങി പോവാൻ പറ. നിങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും നടക്കില്ല. അവസാനായിട്ട് പറയാ, ഇനി എന്നോട് ഈ കാര്യം സംസാരിക്കാനായിട്ട് നിങ്ങൾ വരണ്ട. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നിയതുകൊണ്ടാ ഇത്രയും നേരം ഞാനിത്. മുരുക, എന്റെ ഈ ജീവിതത്തിൽ ഞാൻ ഒന്നും ആഗ്രഹിച്ച് നിന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. കല്യാണം വേണ്ടാന്ന് പറയുന്ന ദിവ്യയുടെ മനസ്സൊന്ന് മാറ്റി അവക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊന്നും സാധിച്ചു തരണം മുരുക. ദിവ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. അവളെ ജീവിതം മുഴുവൻ സംരക്ഷിക്കാൻ എനിക്കൊരു അവസരം തന്നൂടെ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അമ്മ ദിവ്യയോട് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം, പ്ലീസ്. അമ്മേ, വാവ്, ബ്യൂട്ടിഫുൾ. നിങ്ങളെ സാരി ഉടുത്തിന്ന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. നന്നായി ചേരുന്നുണ്ടല്ലോ. പുടവയെടുത്ത് നിലാവ് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെ. ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. സ്ത്രീകൾ സാരി ഉടുത്ത എത്ര ഭംഗിയുണ്ടായിരിക്കുമെന്ന് നിങ്ങളെ കണ്ടപ്പോഴാ മനസ്സിലായത്. വാമേ നമുക്ക് പോവാം. അതെ, പിന്നെ പോകുന്നതിന് മുമ്പ് ഒഴിഞ്ഞിട്ടേക്ക്, അല്ലെങ്കിൽ എന്റെ കണ്ണ് കിട്ടിയെന്ന് വരും. പുടവയെടുത്ത് നിലാവ് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി പോലെ. സ്ത്രീകൾ സാരി ഉടുത്ത എത്ര ഭംഗിയുണ്ടായിരിക്കുമെന്ന് നിങ്ങളെ കണ്ടപ്പോഴാ മനസ്സിലായത്. ഏയ്, എന്താ ഈ സാരിയൊക്കെ? വേസ്റ്റ് തുണി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഛേ, സില്ലി ഗേൾ.
സോറി ഫോർ ദ ബ്രേക്ക്. ഭർത്താവിന്റെ പവർ എന്താണെന്നുള്ളത് ആദ്യ രാത്രി തന്നെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കണം. എന്നാ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബഹുമാനം ഉണ്ടായിരിക്കുള്ളൂ. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ത്രില്ല് തന്നത്. ഹൗസ് ഇറ്റ് ബൂ. ഏയ്, വാട്ട് ഈസ് ദിസ്? ഇങ്ങോന്നേ. വാട്ട് ദ ഹെൽ ഈസ് ദിസ്? എന്താ ഈ സാരി കൊടുത്തിരിക്കുന്നത്? ഒരുമാതിരി സീരിയൽ പോലെ. ഒരു കയ്യിൽ പൂവും മറ്റേ കയ്യിൽ കൊടവും വെച്ച് ഹരിഹര ശംഭോ ഹരിഹര ശംഭോ എന്നൊക്കെ പാടി നടന്ന. ഓ അയ്യോടാ, ഫസ്റ്റ് നൈറ്റ് പാല് കാല് തട്ടി നിലത്ത് പോയല്ലോ. സാരമില്ല, ഈ ഗ്ലാസ് അങ്ങ് നിറച്ചേക്കാം. Cheers. മുഴുവൻ കുടിക്കാൻ പാടില്ലല്ലേ? നിന്റെ പങ്ക് പാതി ഇതി തന്നെ ഉണ്ട്. എന്നാ കുടിച്ചോ. കമോൺ, ഹാവ് ഇറ്റ്. കുടിക്ക്. ഓ, നിനക്ക് ബ്രാൻഡ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തട്ടിക്കളഞ്ഞതാണോ? എനിക്ക് ഈ സാരി എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. കമോൺ, വേഗൂര്. ശരീരത്തിൽ ഒരു തുള്ളി തുണി പോലും ഉണ്ടാവരുത്. ക്ലീൻ. കമോൺ, വേഗോട്ടെ. എന്തു പറ്റി? എന്തോ ഡ്രാക്കുള പടം കണ്ട പോലെ എഫക്റ്റ് ഒക്കെ ഇടുന്നേ. ആദ്യ രാത്രി ബെഡ്റൂമിൽ വെച്ച് ഭർത്താവ് ഭാര്യയുടെ സാരി ഊരാൻ പറയുന്നത് തെറ്റാണോ? ഒന്നും ചെയ്യണ്ട. സമയമില്ല. വേഗൂര്. ഊരുത്താ. എന്താ നാണോ? ഓക്കെ, ഞാൻ തന്നെ ഊരിക്കോളാം. ബ്യൂട്ടിഫുൾ. പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ അഴക് പൂർണ്ണ നഗ്നയാക്കിയിട്ട് ഈ പ്രകാശത്തെ കണ്ട ഒരു രക്ഷയില്ല. ഇപ്പോഴാ ക്ലീൻ ആയത്. എന്തായി കാണിക്കുന്നേ? ഈ ഒരു രാത്രി കഴിഞ്ഞു പോയാ പിന്നെ നിന്നെ ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്ക. വരുന്ന പാർട്ടിയിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കണ്ടു നോക്കടാ, എന്റെ വൈഫിന്റെ ഗ്ലാമർ എന്താന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണ്ടേ? ഓക്കെ, കമോൺ, ഗിവ് മീ എ നൈസ് പോസ്. പറഞ്ഞാ മനസ്സിലാവും. അത് മാറ്റടി, അത് മാറ്റ്. ഭാര്യയുടെ സൗന്ദര്യം ഭർത്താവ് മാത്രം ആസ്വദിക്കേണ്ടത്. അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കരുത്. എന്നെ വിട്ടേക്ക്. എന്റെ അടുത്ത് വന്നാൽ ഞാൻ ചത്തുകളയും ഞാൻ. വേണ്ട. You get lost. മോനെ നിക്കേ, എവിടെ പോവാ നീ? അവള് മുറി തനിച്ചല്ലേ? അമ്മേ തായേ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോ നിർബന്ധിച്ച് എന്റെ തലയിൽ കെട്ടിവെച്ച് തന്നതല്ലേ? അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം എന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ പറയരുത്. ദിവ്യ, ദിവ്യ, എന്താ ആലോചിച്ചോണ്ടിരിക്ക? കട അടയ്ക്കണ്ടേ? നല്ല മഴ വരുന്നുണ്ട്, വേഗം ഇറങ്ങാൻ നോക്ക്. എന്താ ജാനകിയമ്മേ, എന്താ വല്ലാതിരിക്കുന്നത്? ദിവ്യ ഇനിയും വന്നില്ല. ഇതുവരെ ഇത്രയും ലേറ്റ് ആയിട്ടില്ല. ദിവ്യ ഇതുവരെ എത്തിയില്ലേ? നല്ല മഴയുണ്ടാവുന്ന റേഡിയോയിൽ പറഞ്ഞായിരുന്നു. റേഡിയോയിൽ പറഞ്ഞതല്ലേ? അപ്പൊ എന്തായാലും മഴ പെയ്യാൻ സാധ്യതയില്ല. പക്ഷെ പെങ്കൊച്ചു വരും. അയ്യോ, ഇങ്ങനെ സുമ്മാ പേസി നിൽക്കാതെ ആരെങ്കിലും പോയി നോക്കിയിട്ട് വാ. ഇവരെന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇനി തനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഞാൻ തമിഴിൽ PhD എടുക്കാടോ. അക്ക 500 വാട്ടി. നിങ്ങൾ രണ്ടുപേർക്കും പോയി നോക്കിയിട്ട് വന്നൂടെ? പോയാലെന്താ വന്നാലെന്താ? എന്റെ കെട്ടിയോൾ ഓഫീസിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ടോ? നീ എന്തിനാ ടെൻഷൻ ആകുന്നേ? അതിനല്ലേ ജാക്സൺ ഉള്ളു. അവൻ കൂടെ കാണും. അതെ, ഞാൻ കടയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ദിവ്യ വരുവാണെങ്കിൽ അവളോട് പറഞ്ഞാ മതി. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പോകണം? നിങ്ങൾ ചുമ്മാ പേസാതെ പോയി നോക്കിയിട്ട് വാ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ദിവ്യക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. ദിവ്യ എവിടെയായാലും എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്ത. നിങ്ങൾ ധൈര്യമായിട്ട്. വെരി ഗുഡ്. അളിയാ, ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താ? ആ ജാക്സൺ എന്റെ ഭാര്യയെ തെരഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞേ. എന്തായാലും നീ ദിവ്യയെ കണ്ടുപിടിക്കില്ലേ?
അപ്പൊ എന്റെ ഭാര്യയെ കാണുകയാണെങ്കിൽ അവളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞുവിട്. ആ ജാക്സൺ എങ്ങനെ കൈ കിട്ടിയ അവനെ ഒന്ന് അമുക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടാ മതി. ഒന്ന് പോടോ. കുറച്ച് ചീപ്പായി പോയല്ലേ ഞാൻ പറഞ്ഞത്. അത് ചേട്ടാ, കടയടച്ചല്ലേ? ദിവ്യ പോയിട്ട് എത്ര നേരമായി? ആ മോള് പോയിട്ട് 2 മണിക്കൂർ ആയല്ലോ സാറേ. എന്താ ദിവ്യ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല, വണ്ടി പഞ്ചറായിപ്പോയി. അതുകൊണ്ട് ബസ് വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. വണ്ടി പിന്നെ വന്നെടുക്കാം. അവിടെ എല്ലാരും നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുക. വാ പോവാം. വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ പറയുന്നത് കേൾക്ക്. വാ ദിവ്യ. ദിവ്യ, നീ വീട്ടിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് അവിടെ നിന്റെ അമ്മ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയോ? ഈ മഴയത്ത് പോലും നിന്നെ അന്വേഷിക്കാൻ വേണ്ടി അവർ ഇറങ്ങി എന്നുള്ളതാ. അതുപോട്ടെ, നിന്നെ കാണാതായപ്പോ നീ എവിടെയാണെന്ന് ആലോചിച്ച് ഈ ഞാൻ പോലും എന്തുമാത്രം ടെൻഷനായെന്നറിയോ? ഒരു ബന്ധുവില്ലാത്ത ഞാൻ ഇത്രമാത്രം വിഷമിക്കുന്നുണ്ടെങ്കിൽ ദിവ്യയുടെ അമ്മയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ആലോചിച്ച് നോക്കി. നിങ്ങൾക്കൊരാപത്തും വരാതിരിക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ദിവ്യ, എന്തു പറ്റി? വേഗം തന്നെ തിരിച്ചെത്തിയല്ലോ. ഇത്രയും സമയം എവിടെയായിരുന്നടി? എന്റെ ഫ്രണ്ട് പത്മയ്ക്ക് ഇന്ന് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരിക. ഓ, അതുകൊണ്ടാണോ ലേറ്റ് ആയത്? നീ ഓപ്പറേഷൻ ചെയ്തില്ലല്ലോ. ഉത്സവം കാണാൻ പോയി, അതുകൊണ്ട് ലേറ്റായി. സാരി വാങ്ങാൻ പോയി, അതുകൊണ്ട് ലേറ്റായി. ഓട്ടോ കിട്ടിയില്ല, അതുകൊണ്ട് ലേറ്റായി. ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ, ത്രെഡിംഗ്, പെഡിക്യൂർ, മെനിക്യൂർ ഇതൊക്കെ ചെയ്തിട്ട് വരണമല്ലോ, അതുകൊണ്ടാണ് ലേറ്റായേ. ലേറ്റ് ആയിട്ട് വരുന്നതിന് പെണ്ണുങ്ങളൊക്കെ കൊട്ടക്കണക്കിന് നുണ പറയും. ഉള്ള സത്യം പറയുമോളെ, ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം കുറച്ചു നേരം ചെലവഴിച്ചു. ഹോട്ടൽ റൂം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഏയ് പ്ലീസ്, ഇനിയും കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോടി. അങ്ങനെ എന്റെ ബോയ് ഫ്രണ്ട് എന്നോട് കെഞ്ചി. അതുകൊണ്ടാ ഞാൻ ലേറ്റ് ആയി പോയെ എന്നൊക്കെ സത്യങ്ങൾ ഭയപ്പെടാതെ പറയുമോളെ. എന്തൊക്കെയാ പറയുന്നേ? ഒരു ഭർത്താവ് പറയേണ്ട കാര്യമാണോ ഇതൊക്കെ? തർക്കുത്തരം പറയുന്നോടി, കൊന്നു കളയും ഞാൻ. ദിവ്യ, അയ്യോ ഡാ, അവിടെ തല പൊട്ടി ചോര വരുന്ന കണ്ടില്ലേ? വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ചത്താലേ മുനിസിപ്പാലിറ്റിക്ക് ഫോൺ ചെയ്താൽ മതി, അവരിവിടെ വന്ന് ശവം എടുത്തോണ്ട് പൊക്കോളും. എന്തു പറ്റി മോളെ? ഒന്നുമില്ല മാം, വരുന്ന വഴിയിൽ വണ്ടി പഞ്ചറായി പോയി, അതാ. എല്ലാരും കാര്യം അറിയാതെ പേടിച്ചിരിക്കുവായിരുന്നു. എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കുന്നത്? തല നനഞ്ഞിരിക്കുക, അകത്തേക്ക് കൊണ്ടുപോ. ഈ ചെയ്തതൊന്നും ഞങ്ങൾ മറക്കില്ല മോനെ. അയ്യോ, ദേ തല നനഞ്ഞിരിക്കുക. ആദ്യം പോയി തല തുടക്കി. കണ്ടോ, പെണ്ണുങ്ങൾക്ക് ആമ്പിളെ തുണയെന്നാ ഇങ്ങനെ തന്നെ ആ, ഇരിക്കണം. എന്റെ വീട്ടിലും എനിക്ക് വേണ്ടി ഇതുപോലെ ഒരാൾ ഇരിപ്പുണ്ട്. എന്ത് പ്രയോജനം? നിങ്ങൾ അകത്തേക്ക് കയറുന്നേ. നിങ്ങൾ വാ, നമുക്ക് വീട്ടിൽ പോവാം. വാ മോനെ. എന്താ മോനെ, ആ പെങ്കൊച്ചിനെ വണ്ടിയുടെ പുറകിൽ കയറ്റി കൊണ്ടുവന്നില്ല നീ? ലൗവിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? നീ ശരിയാകല്ല. അളിയ, ആ ജാക്സൺ എവിടെ എങ്ങനെ കണ്ടായിരുന്നു? നിങ്ങളുടെ ഭാര്യ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ലേ? അവള് തിരിച്ചെത്തിയെന്നേ. അവളെ തെരഞ്ഞാണല്ലോ അവൻ അങ്ങോട്ട് പോയിരിക്കുന്നേ. അവനെ കണ്ടോന്നാ ചോദിച്ചേ. കണ്ട നായകളെ അന്വേഷിക്കലല്ല എന്റെ ജോലി. ഗുഡ് നൈറ്റ്. ആളിയോ മനസ്സിലായി, നായാണ്. എന്നാ ഈ തൈലത്തിന്റെ കുപ്പി വീട്ടിൽ കൊടുത്തേക്ക്. ആരുടെ വീട്ടിൽ? നിങ്ങളുടെ വീട്ടിൽ തന്നെ. എന്റെ വീട്ടിൽ ആർക്കാ? നിങ്ങളുടെ വൈഫിനാന്നേ. അവൾക്ക് എന്താ പറ്റി? മഴയിലാകെ നനഞ്ഞ് ജലദോഷം പിടിച്ചിരിക്കുക. ഇത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ആവി പിടിച്ചാ മതി. നിങ്ങ വന്നടാ. യെസ്. അവൾ എന്റെ ഭാര്യയാണോ അതോ നിന്റെ ഭാര്യയാണോ? അയ്യോ, നിങ്ങളുടെ വൈഫ്. അപ്പൊ പിന്നെ നീ എന്തിനാ തൈലം വാങ്ങിച്ചേ? അല്ല, അത് പിന്നെ ഞാൻ നീ കുറെ നാളായി. നീ പറയടാ, നീ പറയടാ. ഉള്ള കാര്യം പറ. നീ പറ. സാറേ, ഇങ്ങ് വാ സാറേ. ഇവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യില്ല, എനിക്കൊന്ന് ജീവിക്കണം. ദിവ്യ, വാടി, റോളർ കോസ്റ്ററിൽ കയറാം. അയ്യോ, ഞാൻ വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയി. ദിവ്യ പ്ലീസ് വാന്നേ, നമുക്കൊന്ന് കേറാം. എനിക്ക് പേടിയാ. പേടിക്കണ്ടെന്നേ, ഒന്നും ആവത്തില്ല. എത്ര പേരാ കയറുന്നേ? ഒരു പ്രശ്നമില്ല. വാടി, ഒരു പ്രാവശ്യം കേറാം. ഈ സമയത്ത് തന്നെ കണ്ട അവളെ ഫോളോ ചെയ്ത് വന്നാണെന്ന് കരുതും. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ആവശ്യമില്ലാതെ അവളുടെ വാലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. വേണ്ട, ഇപ്പൊ തന്നെ എല്ലാം തഴഞ്ഞു കിടക്കുക. തൽക്കാലം പോവാം. ഹായ് ബേബി. ഈ കിളിക്ക് നിങ്ങൾ കൂട്ടുവന്നതാണ്. പോവാം. മുസ്തഫ, മുസ്തഫ, ഡോണ്ട് വറി മുസ്തഫ. അല്ല മക്കളെ, റോളർ കോസ്റ്ററിൽ ഞങ്ങൾ കയറ്റിയിരുത്തട്ടെ?
പേടിയാണെങ്കി ഞങ്ങളുടെ മടി കയറി ഇരുന്നേ. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലകര ഞങ്ങളിതാ പോകുന്നില്ല. എന്റെ ഇന്ന് വാങ്ങിക്കരുത്. സാരമില്ല, ഞാൻ വാങ്ങിച്ചോളാം. ഈ പൂ പോലത്തെ കൈകൊണ്ട് അടി കിട്ടണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണ്ടേ? ചെരുപ്പിന്റെ അടി കൊണ്ട് നമ്മുടെ പ്രേമം പൂത്തുലഞ്ഞാലോ? അടിക്ക് മോളെ, അടിക്കടി. ആ അടിക്ക്. Controversy ആവണമെങ്കിലും കുഴപ്പമില്ല. അടിക്ക് കുട്ടി. Entry ആയാൽ മതി. ആ അടിക്ക്. ആഹാ, ആ, അടിക്ക്. സൂപ്പർ. നല്ല പെർഫോമൻസ്. വളരെ നന്നായി ശല്യപ്പെടുത്തുന്നുണ്ട്. ദേ നോക്കടാ, ഹീറോ വന്നല്ലോ. പ്രേമത്തെ സംരക്ഷിക്കാൻ വന്നതായിരിക്കും. അല്ല, ഏതവനാടാ നീ? ഇവളുടെ കാമുകനാ. മര്യാദയ്ക്ക് ആണല്ലേ? പോവാൻ നോക്കടോ. പോയില്ലെങ്കിൽ നീ അടിക്കുവോ ഞങ്ങളെ? ഇങ്ങനെ അടിക്കുവോ? ഇങ്ങനെ അടിക്കുവോ? ഇങ്ങനെ അടിക്കുവോ? എന്നാ അടിക്കടാ. അയ്യോ അമ്മേ, ഇത് ഞാൻ തന്നെ അറേഞ്ച് ചെയ്താണെന്ന് വിചാരിക്കരുത്. ഇവരൊക്കെ ശരിക്കുള്ള റൗഡികൾ തന്നെയാ. അതുപോലെ ശരിക്കുള്ള ഫൈറ്റും ആയിരുന്നു. കണ്ടില്ലേ, ശരിക്കുള്ള ബ്ലഡ് തന്നെയാ. അയ്യോ, അത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഡോക്ടർ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അകത്തേക്ക് വന്നുള്ളൂ. ഈസ് വെരി ലക്കി. ഫ്രാക്ചർ ഒന്നും ആയിട്ടില്ല. ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ ഞാൻ എഴുതിത്തരാം. പെട്ടെന്ന് ഭേദമായിക്കോളും. അല്ല, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരെന്താ? പൃഥ്വി, എഴുന്നേക്ക് മോനെ. കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോണ്ടേ? ഇന്ന് നിന്റെ പിറന്നാളല്ലേ മോനെ? നോക്കിയേ, ചെറുപ്പത്തില് നിനക്ക് എന്തോ ഒരു കുസൃതിയായിരുന്നു. ഒരു കല്യാണം കഴിച്ചാലെങ്കിലും നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവുന്ന കരുതിയ അവളെ നിനക്ക് കെട്ടിച്ചു തന്നത്. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിനക്ക്? എടാ പൃഥ്വി, അവളൊരു പാവം കൊച്ചാടാ. കമോൺ 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 കമോൺ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? മൈ ഡിയർ മമ്മി, ഞാൻ പറയുന്നതൊക്കെ മറ്റുള്ളവർ കേൾക്കണം, പക്ഷെ മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കില്ല എന്നതാണ് എന്റെ ക്യാരക്ടർ. അത് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ? ശരി, കഴിക്ക്. ഈ പായസത്തിന്റെ കാര്യത്തിൽ മാത്രം എന്റെ സ്വഭാവം മാറ്റി പറയുന്നത് കേൾക്കും ഞാൻ. ഓക്കെ, കൊരുത്ത കൊരുത്ത കൊരുത്ത. ഇപ്പൊ ഒരു പെഗ് ബ്രാൻഡി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല ഉഷാറാവും. പക്ഷെ ഞാൻ ജനിച്ച ദിവസം മാത്രം അമ്മയുണ്ടാക്കിയ പായസം കഴിച്ചിട്ട് അതിനുശേഷം കാരണം എന്താ? എന്നാൽ മാത്രമല്ലേ എനിക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പൈസ തരുള്ളൂ. അതുകൊണ്ട് ഇതിൽ വിഷം ഒഴിച്ചു തന്നാൽ പോലും ഞാനത് കുടിക്കുവന്നേ. ഷോ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനൊന്നും സംസാരിക്കില്ലേ? എടാ പതുക്കെ. കമോൺ കമോൺ, ഗിവ് മീ ഗിവ് മീ ഗിവ് മീ മണി. പൈസ എടുക്ക്. അതൊക്കെ തരാം. ഇന്ന് ഒരു ദിവസം ദിവ്യയുടെ കൂടെ സന്തോഷമായിട്ട് ഇവിടെ നോ 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 നോ, അവിടെ എന്റെ ഫ്രണ്ട്സ് ഡിസ്കോ പാർട്ടിയും എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുക. അതൊക്കെ നമുക്ക് വീട്ടിലായാലും വെക്കാലോ. അങ്ങനെയാണോ? ഓക്കെ. Many, many happy returns of the day to our friends. എന്താടാ പൃഥ്വി, ഫസ്റ്റ് ടൈം ആണല്ലോ നിന്റെ അമ്മ വീട്ടിൽ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒരു താങ്ക്സ് പറയണം. എവിടാ അമ്മ? എന്റെ ലോങ് ലൈഫിന് വേണ്ടി അമ്മ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. മച്ചാനെ, ഈ ക്ലോക്ക് സൂപ്പർ ആയിട്ടുണ്ടാ. ഇമ്പോർട്ടഡ് ആണോ? ഇമ്പോർട്ടഡോ എക്സ്പോർട്ടഡോ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടടാ. ടേക്ക് ഇറ്റ്. ദാ, താങ്ക്സ് മച്ചാനെ. എൻജോയ്. അതെ ദിവ്യ, പെട്ടെന്ന് ചിക്കൻ എടുത്തോണ്ട് വാ. എത്ര നേരമായി എന്റെ ഫ്രണ്ട്സ് ഇവിടെ കാത്തു നിൽക്കുന്നു. എടാ പൃഥ്വി, എന്തോന്ന് ഫോണാടാ ഇത്? തുണി കൊടുക്കാത്ത പെണ്ണിനെ പോലെ. തുണി ഇല്ലാത്ത പെണ്ണോ തുണിയുള്ള പെണ്ണോ നിനക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്. ടേക്ക് ഇറ്റ്. എടാ അളിയ, നിനക്ക് എവിടെന്ന് കിട്ടിയടാ ഈ ചരക്കിനെ? കണ്ണല്ല, അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ എനിക്ക് നോക്കിയിട്ട് തോന്നുന്നേ.
കണ്ണെന്താന്ന് പറഞ്ഞ്? ഡാർജിലിംഗ് പോലെ ഉണ്ട്. ആഹാ. അപ്പൊ ആ ലിപ്സ് ആഹാ, ശരിക്കും ശരിക്കും. ഓക്കേ. എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അളിയാ. കൺഗ്രാചുലേഷൻ ദിവ്യ, നിന്റെ സൗന്ദര്യം കണ്ട് എന്റെ ഫ്രണ്ട് കോമാ സ്റ്റേജിലേക്കേ പോയി. ഡാ, അവൻ ആ വാൾ ക്ലോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഇവനാണെങ്കിൽ ആ ഫോൺ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു. നിനക്ക് ഇവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്. ആ, ടേക്ക് ഹർ. ശരിക്കും? യെസ്. ഏയ്, ഗോ. എടാ നിക്കടാ, ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇവന്റെ ഭാര്യയാടാ. സോ വാട്ട്? സോ വാട്ട്? മനുഷ്യരൊക്കെ ചന്ദ്രനിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തില് ടെസ്റ്റ് ട്യൂബിൽ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവുള്ളവരുടെ ഇടയ്ക്ക് എന്തിനാണ് എന്റെ ഭാര്യ, ഇവന്റെ ഭാര്യ, അവന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ, ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ മാറ്റിക്കൊണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഡാ, പോടാ, ഗോ ടേക്ക് കെയർ. ഗോ 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 ഗോ. ഏയ്, എന്താടി? നിങ്ങളുടെ കൂടെ വന്ന ഫ്രണ്ട്സ് എന്റെ ദേഹത്ത് കൈവച്ച വെറുതെ ഇരിക്കാൻ ഞാൻ മോശക്കാരിയല്ല. നിങ്ങളെ കല്യാണം കഴിച്ച ഭാര്യയാണ്. ഓ, ഈ താലയാലിപ്പുറത്തുനിന്റെ പ്രശ്നം പൊട്ടിച്ചെറിഞ്ഞില്ലേ? മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആരും തന്നെ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുതേ. ഇവളുണ്ടല്ലോ, ചെറിയൊരു കുട്ടിയാ. നമ്മളെല്ലാം ചേർന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയാ ഇവൾ ഇതുവരെ തൊടാതെ ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുന്നേ. ഓക്കേ, കമോൺ, ലെറ്റ്സ് എൻജോയ്. കമോൺ കമോൺ ബേബി, കമോൺ 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 കമോൺ. ഊര് ഊര്. മാടി പിടിക്കടാ, മാടി. വേഗം വേഗം ഊര്. വൃത്തി തീർന്നടാ, പാടാ പോടാ. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കുന്നെ? ജനിച്ചപ്പോ തന്നെ അനാഥയായിട്ടാ ഞാൻ ജനിച്ചത്. താലി കെട്ടിയ ആള് തന്നെ 10 പേർക്ക് എന്നെ പങ്കുവെക്കാൻ തയ്യാറായി. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ല മോളെ. ഇത് നീ ചെയ്ത പാപം ഞാൻ നിന്നോട് കാണിച്ച ദ്രോഹമാ. ഇവൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും അവനെ നിന്റെ തലയിൽ വെച്ച് തന്നിട്ട് നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. നിന്നെ കല്യാണം കഴിച്ചാലെങ്കിൽ അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഞാൻ കരുതി. ഇപ്പൊ നിന്റെ ജീവിതം നശിക്കാനുള്ളൊരു കാരണക്കാരിയും കൂടെ ആയില്ലേ ഞാൻ. നിന്റെ കഴുത്തി താലി കെട്ടിയെന്ന് കരുതി അവൻ ചെയ്യുന്ന ദ്രോഹങ്ങളെല്ലാം നീ സഹിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ല മോളെ. അവൻ കെട്ടിയ താലി അവൻ തന്നെ പൊട്ടിച്ച് നിനക്ക് മോചനം തന്നിരിക്കുക. ദിവ്യ, എല്ലാത്തിനും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം മോളെ. അമ്മയെ നിന്റെ കൂടെ ഉണ്ടാവണം എനിക്ക്. ഇനി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അപ്പോ ഇനി ഞാൻ നിന്റെ അമ്മയാ. മോളെ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇവന്റെ നിഴല് പോലും വീഴാത്ത ദൂരെ എവിടേക്കെങ്കിലും നമുക്ക് പോകാം മോളെ. മോള് വാ. നമ്മൾ കൊടുത്ത ഒരു ഐഡിയ പോലും വർക്കൗട്ട് ആയിട്ടില്ല. അവസാനം അവൻ തന്നെ ഇറങ്ങി ചോര ചിന്തിയപ്പോഴാണ് അവന്റെ പ്രേമം സക്സസ് ആയിരിക്കുന്നത്. ഒന്നും പറയാനില്ല അളിയ, നീ വലിയൊരു ത്യാഗം തന്നെയാ ചെയ്തിരിക്കുന്നത്. വാ അളിയ, ഞാൻ നിന്നെ ഞാൻ തന്നെ ഇതിനൊരു പറ്റിയ ടൈറ്റിൽ കൊടുത്തോളാം. നന്നായിട്ടുണ്ട്. എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിയിരുന്ന് അദ്ദേഹത്തെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വിട്ടൂടെ? അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഞാനാ കാരണം. അദ്ദേഹം കുറച്ചു നേരം സമാധാനിട്ടിരുന്നോട്ടെ. ഞാനത് പറയാൻ വരുമായിരുന്നു. അപ്പോഴേക്ക് മോളത് പറഞ്ഞു. അവരുടെ കാര്യം അവര് നോക്കിക്കോളൂ. നമുക്ക് പോയേക്കാം. ഓക്കെ, പോയേക്കാം. നെക്സ്റ്റ് ലൊക്കേഷൻ എവിടെ? ലൊക്കേഷൻ അല്ലേ, നിനക്ക് പറ്റിയ ലൊക്കേഷൻ എനിക്കറിയാം. വാ, കാണിച്ചു തരാം. നേരെ ഇരിക്കേ.
ദാ നോക്കിയേ, ഈ മരുന്ന് 4 ദിവസത്തേക്ക് കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഇതിൽ ഹോർലിക്സ് ഉണ്ട്. ഇപ്പൊ തന്നെ ജോലി അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മക്കുട്ടിയുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ തന്നെ കൊണ്ടുവരാം. ദിവ്യ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാൻ കാരണല്ലേ ഇങ്ങനെയൊക്കെ ആയത്. അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാണോ? ഇത് പ്രായശ്ചിത്തമല്ല, കടമയാ. ഞാൻ പോയിട്ട് വരാം. എന്താ ജൂലി, നിന്നെ കെട്ടിയിട്ടതുകൊണ്ടുള്ള ദേഷ്യാണോ? സോറി ജൂലി. നല്ല പെങ്കൊച്ചാ അത്. ജീവിക്ക് നന്നായിട്ട് ചേരും. എന്റെ കടവുളേ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്നാ നമുക്ക് പിന്നെ കാണാം. ഓ, ശരി. ഇപ്പൊ നിങ്ങ തൊലഞ്ചു പോയി. എന്തായി പറയുന്നത്? അല്ല, പിരിഞ്ചു പോയി. പിരിഞ്ഞു പോകാൻ തന്നെ പാലാണോ? നീ ഒന്നും മിണ്ടാതിരുന്ന, ഞാൻ തമിഴ് പഠിക്കുക. ഇപ്പൊ നീങ്ക കളഞ്ഞു പേയി അല്ല പോയി. പിന്നെ എല്ലാവർക്കും ரொம்ப ആ താങ്ക്സ്. ആയിക്കോട്ടെ. സാവിത്രിച്ചി, എന്താ മോളെ? അവിടെ എന്താ വിശേഷം? എല്ലാരും ഉണ്ടല്ലോ അവിടെ. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ജീവിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടിട്ട് വരുവാ. പെണ്ണ് ആരാന്നറിയോ? നമ്മുടെ അമ്മുക്കുട്ടിയില്ലേ, അവളുടെ അനീതിയാ. പെൺകുട്ടിയാണെങ്കിൽ നല്ല കുട്ടിയാ. നമ്മുടെ ജീവിക്ക് എന്തായാലും കുട്ടിയെ ഇഷ്ടായി. എന്തായാലും ജീവയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ കോളനി തന്നെ സെറ്റിലായി കഴിഞ്ഞാ അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യല്ലേ? എന്നാ പോട്ടെ. ആ കുട്ടിയെ കാണാൻ എന്താ ഐശ്വര്യം. നല്ല സുന്ദരി കുട്ടി. ജീവയ്ക്ക് അവള് കറക്റ്റ് ജോഡി തന്നെയാ. ജീവ എന്തായാലും ഭാഗ്യമുള്ളവനാ. മിലിറ്ററി ദിവ്യം ജീവയും കൂട്ടി യോജിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചതാ, പക്ഷെ അത് നടന്നില്ലല്ലോ. ഇതാ ഓരോരുത്തർക്കുള്ള ആൾക്കാരെ നേരത്തെ അത് നിശ്ചയിച്ചു. ശരിയാ. മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. അതായത് വിവാഹം സ്വർഗത്തിൽ വെച്ച് നിശ്ചയിക്കപ്പെടുമെന്നാണ് പറയാറ്. ഞാൻ പറയുന്നത് എന്താ? ട്രാഫിക് ഓവർ, നെക്സ്റ്റ് മൂവ്, ലിഗ ടൈം, കം കം. ഒരു കമ്പനിക്ക് ഞാനും കൂടെ. ഓട് ഓട് ഓടാ. ദിവ്യ, എന്താ അവിടെ നിന്ന് കളഞ്ഞേ? അകത്തേക്ക് വാ. എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? ഒന്നുമില്ല, ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. അല്ല, ഇന്ന് പെണ്ണ് കാണാൻ പോയിന്ന് പറഞ്ഞു. പെണ്ണ് സുന്ദരിയാണോ? ആണ്. നിങ്ങൾക്കിഷ്ടായോ? ഒത്തിരി ഇഷ്ടമായി. ആ, കല്യാണത്തിന് സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചാലല്ലേ കല്യാണം. ദിവ്യ, കണ്ടിഷ്ടപ്പെടുന്നവളെ കെട്ടുന്നതല്ലല്ലോ കല്യാണം. മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെയല്ലേ കല്യാണം കഴിക്കേണ്ടത്. ജീവിക്കുകയാണെങ്കിൽ അവളോടൊപ്പം ജീവിക്കണം, മരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അതല്ലേ യഥാർത്ഥ സ്നേഹം. ദിവ്യ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിയ സാരിയാ. ഇതുകൊണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യയായിട്ട് വരുന്ന സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. ദേ നോക്ക്, കല്യാണം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെയായിരിക്കും. നിന്നെ അല്ലാതെ മറ്റൊരാളെ ഞാൻ കല്യാണം കഴിച്ചു വന്നാൽ അതിന് നിനക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ പ്രണയിക്കുന്നത് ആരെയാണെങ്കിലും അവരെ സ്വന്തമാക്കണം, ഇല്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. എൻ്റെ പ്രണയത്തിൻ്റെ അവസാനം എന്തായിരിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കണ്ടേ. ദിവ്യ, നിനക്കെന്നെ ഇഷ്ടമാണല്ലേ? ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നു അറിഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഓടി വന്നേ. സത്യം പറ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? പറയേ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തുറന്നു പറ. അതെ, എനിക്ക് നിങ്ങൾ അത്രമാത്രം ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്. എന്നാ ഞാനിപ്പോ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലല്ല. അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എന്നെക്കുറിച്ച് നിങ്ങളോട് പറയാനും പറ്റില്ല, അത് പറയാതെ ഇരിക്കാനും പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയില. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. എന്തിനു പറയണം? എന്തിനു പറയണമെന്ന് പറഞ്ഞ് നീ തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ പോവാ? ദുഷ്ടനായ ഒരുത്തനെ കല്യാണം കഴിക്കേണ്ടി വന്നതും അവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതും തുറന്നു പറഞ്ഞ് വെറുതെ ജീവിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നടന്നല്ല ഒരു ദുസ്വപ്നമായി കരുതി എല്ലാം നീ മറന്നു കളഞ്ഞേക്ക്. നടന്നതൊന്നും പറയാതെ അദ്ദേഹത്തെ വഞ്ചിക്കാനാണോ? എന്തു പറയണമെന്നാ? നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ അറിയാവുന്നതല്ലേ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അന്ന് നടന്ന ആ കല്യാണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാ? അവന്റെ ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയായി വന്ന നിന്നെ താലി കെട്ടിയ പെണ്ണെന്ന് പോലും ഓർക്കാതെ കൂടെയുള്ളവർക്കെല്ലാം പങ്കുവെക്കാൻ നോക്കിയവനല്ലേ. കെട്ടിയ താലി സ്വന്തം കൈകൊണ്ട് പൊട്ടിച്ചെറിഞ്ഞൊരു പാവയാണവൻ.
അവനെ ഇപ്പോഴും മനസ്സിൽ ഭർത്താവായി വെച്ചിരിക്കുക. അവൻ ഞാൻ പ്രസവിച്ച മകനാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. നോക്കുമോളെ, ജീവയെ നിനക്കിഷ്ടോ? അവനാണെങ്കി നീയെന്ന് വെച്ച ജീവനാ. നടന്നൊക്കെ പറഞ്ഞ് നിന്റെ ജീവിതം മാത്രമല്ല അവന്റെ ജീവിതം കൂടിയാ നീ നശിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന കേൾക്ക്, ഇത് നിനക്ക് ദൈവം തന്നൊരു അവസരാ. കഴിഞ്ഞതെല്ലാം മറന്നേക്ക്, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങു നീ. അത് മോളെ, നിന്റെ അമ്മയല്ലാത്തോണ്ടല്ലേ ഞാൻ ഇത്ര പറഞ്ഞിട്ട് നീ അതൊന്നും കേൾക്കാത്തത്? എന്റെ സ്ഥാനത്ത് നിന്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ നീ എന്നെ അനുസരിക്കുമായിരുന്നില്ലേ? നിന്റെ ജീവിതം ഞാൻ കാരണമാണല്ലോ നശിച്ചെന്നോർത്ത് ഓരോ നിമിഷവും നരകവേദന അനുഭവിക്കുക മോളെ ഞാൻ. നീ അനുഭവിച്ച വേദനകൾ എനിക്കറിയാം. നിനക്ക് സന്തോഷമുള്ളൊരു ജീവിതം കിട്ടണം, എന്നാലേ എനിക്ക് സമാധാനമാവൂ. സമ്മതിക്കും മോളെ, ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, നീ ജീവയെ കല്യാണം കഴിക്കണം. ഞാൻ പറയുന്ന കേൾക്കും മോളെ, നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. ശരി, അമ്മയുടെ ഇഷ്ടം പോലെ. അതെ, ഒന്ന് നോക്കിയേ. എന്താണ്? ഈ കോളനിയിലുള്ളവരെല്ലാരും കൂടെ ചേർന്നോണ്ട് എന്റെ കൊച്ചുമോനെ ഒരു കുടുംബം ഉണ്ടാക്കി കൊടുത്തില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീട്ടിൽ വിരുന്ന് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പാചകം ചെയ്യുന്നത് നിങ്ങളല്ലല്ലോ. എന്നാ ഉറപ്പായിട്ടും വരാം. നിങ്ങ എന്താ സംസാരിക്കുന്നേ? ചുമ്മാ കുശലം പറഞ്ഞു. അതെ, ഈ കല്യാണ നിശ്ചയൊക്കെ കാണുമ്പോഴേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഓർമ്മ വരിക. ഫസ്റ്റ് നൈറ്റ് മാത്രം എന്നെ ഓർമ്മിപ്പിക്കല്ലേ, എനിക്ക് ടെൻഷൻ വന്നു പോകുന്നേ. ഒന്ന് പോന്നേ. സാരി മുകളിലോട്ട് വലിച്ചു കയറ്റിയിടാനാ പറയുന്നേ. അയ്യോ, നീ എപ്പോഴാ വന്നേ? സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതെങ്ങനെയാടാ കൃത്യമായിട്ട് മണം പിടിച്ച് നീ ഇങ്ങനെ ഇടയിൽ കയറി വരുന്നേ? പറയുന്നത് സിക്സ്ത് സെൻസ് വേണമെന്ന്. സിക്സ്ത് സെൻസ് അല്ലേ? അത് നിന്റെ കുറെ ഉണ്ടല്ലേ? കുറേശ്ശെ എല്ലാവർക്കും കൊടുക്കുന്ന. പിന്നെ ഇത് ആരടാ? ഇത് വൈഫ്. ആരുടെ വൈഫ്? നിങ്ങളുടെ വൈഫ്. പിന്നെ ഒട്ടിച്ചേർന്ന് ഇരിക്കുന്നത് എന്തിനാ? നമ്മളൊക്കെ ഒരേ കോളനിക്കാരല്ലേ? പിന്നെ നീ ഇവളെ കെട്ടി ഇല്ല കെട്ടിക്കോ. ഇവളെ തന്നേക്കുവാ. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? ശല്യം താങ്ങാൻ പറ്റുന്നില്ല. നാട്ടുകാർ ഇതൊന്നും വന്ന് നോക്കുന്നേ. സ്വസ്ഥമായിട്ട് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവൻ. മന്ത്രമൊക്കെ മതി, ഇത് ഒരുപാട് വഹിക്കാൻ നിൽക്കണ്ട. അടുത്ത ചടങ്ങിലേക്ക് കടന്നു. അപ്പോ എല്ലാവരും കേട്ടൂല. ജാനകി അമ്മയുടെ മകൾ വിദ്യാധരൻ ദമ്പതികളുടെ മകനായ ജീവയ്ക്കും ഈ വരുന്ന ചിങ്ങമാസത്തിൽ 3-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 6-നും 7-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഇവരുടെ വിവാഹം നിശ്ചയിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാംഗല്യം തന്തു. ശ്രീകോവിൽ വാഴുന്ന ദേവി മാഹാത്മ്യമേ, ഏവർക്കും നീയേകും സ്നേഹ ചൈതന്യമേ, നീ ചൂടും തിലകത്തിൻ ശോഭയാൽ നിറയെ, ഇനിയെന്നും മായാത്ത സൗഭാഗ്യം നീയേ. ഇത്രയും ആഘോഷപൂർവമായ ഒരു ഫംഗ്ഷനില് ആട്ടവും പാട്ടവും ഇല്ലാതായി പോയാ എന്ത് രസം ഉണ്ടാവാനാ? വാന്നേ, എല്ലാവരും ചേർന്ന് അടിപൊളിയായിട്ടൊരു പാട്ട്. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. സോങ് വന്നപ്പോ എല്ലാം മറന്ന് കോറസ് പാടിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഞാൻ ആര്? ഈ കല്യാണ നിശ്ചയവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ കല്യാണച്ചെക്കിന് വേണ്ടപ്പെട്ടവനാണോ? അല്ല, ഈ കല്യാണ പെണ്ണുമായി എന്തെങ്കിലും ബന്ധമുള്ളവനാണോ? അതൊന്നുമല്ലെങ്കിൽ ഈ കല്യാണ പെണ്ണിന്റെ അമ്മയ്ക്ക് അറിയുന്നവനാണോ? ഇതൊന്നും തന്നെ ചോദിച്ച് മനസ്സിലാക്കില്ലേ നിങ്ങള്? ഞാൻ ആരാ?
ഞാൻ ആരാന്ന്? ഞാൻ ആരാ? എടാ ചെറുക്ക, ആരാന്ന് നീ തന്നെ ഇങ്ങനെ വെറുതെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പറഞ്ഞാലല്ലേ അത് മനസ്സിലാവൂ. പറയട്ടെ? ആ പറയേ. പറയട്ടെ? ഒന്ന് പറ മോനെ. പറയട്ടേന്ന്. പറയട്ടെ പറയട്ടെ നീ ചോദിച്ചിട്ട് പറയാതെ പോകണോടാ. ഈ ജാനകി അമ്മയ്ക്ക് ഞാൻ മകൻ മാതിരി, ഈ ദിവ്യയ്ക്ക് ഞാൻ മുറച്ചെറുക്കൻ മാതിരി. ഈ ദിവ്യയ്ക്കും എനിക്കും സ്വന്തങ്ങളെയെല്ലാം മറികടക്കുന്ന ഒരു ബന്ധം. അങ്ങനെയുള്ള എന്നെ അറിയിക്കാതെ ഇത്രയും വലിയ കാര്യം എന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കാൻ നോക്കണോ അമ്മേ? സോറി ആന്റി. ആന്റി, മിസ്റ്റർ ജീവ, ഇത്രയും സുന്ദരിയായ ദിവ്യയെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു തരാൻ എനിക്ക് ഇഷ്ടമില്ല. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ജോക്ക്? അയ്യോ തമാശയായിരുന്നു. പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ഞാനുണ്ട്. പെൺ വീട്ടുകാരുടെ കല്യാണക്കുറി കൊടുക്കുന്നത് മുതല് ഭക്ഷണം കഴിച്ച് ഇലയെടുക്കുന്നത് വരെ, എന്തിന് നിങ്ങളുടെ രണ്ടുപേരെയും ഫസ്റ്റ് നൈറ്റിന് അയക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം. ഇതെന്റെ കടമയാണ്. ഓക്കെ, താങ്ക് യു. നല്ല ചുറുചുറുക്കുള്ളൊരു പയ്യൻ തന്നെയാ നീ. എനിക്ക് നിന്നെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഐ ഡോണ്ട് ലൈക്ക് കോംപ്ലിമെന്റ്സ്. ആ ചെറുക്കിന് വിവരം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അവൻ വല്ലതും പറഞ്ഞോട്ടെ. അതല്ല പിന്നെ ഏതല്ലാന്ന്? 1942 സെക്കൻഡ് വേൾഡ് വാറില് ആ വാറക്കുറുക്കി റബ്ബറാക്കിയാ. ഇനി വാറിന്റെ കാര്യം മിണ്ടിയാ ആ വന്ന ചെറുക്കനല്ലേ, എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ഏറ്റില്ലേ? എന്റെ ജോലി എളുപ്പമായി. ഇല്ലെങ്കിൽ എല്ലാ കാര്യം നീ അങ്ങ് ചെയ്തേനല്ലേ? കോളേജ് ആകുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് ചെയ്യണമല്ലോ. ഇതെന്താ ഇത്? കയ്യ് ഇസ്ത്രി ഇടുന്ന എന്ത് വെച്ചാ? കൈ കൊണ്ട്. അത് ഞാനങ്ങ് വെട്ടിക്കളയും. ഓടിപ്പോടാ. അയ്യോ, ഡയലോഗൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ചോക്ലേറ്റ് പോലത്തെ ഒരുത്തൻ കോളനിയിൽ വന്ന് കേറിയിട്ടുണ്ടല്ലോ. ഇനി കുറെ നാളത്തേക്ക് എന്റെ വീട് പൂട്ടിയിടേണ്ടി വരുമെന്നാ തോന്നുന്നേ. സാവിത്രി, ഇവക്കൊക്കെ ആരാ സാവിത്രി എന്ന് പേരിട്ടെന്ന് അറിയാത്തെ? എന്താ അമ്മ ഇത്? നമ്മളിവിടെയുള്ള കാര്യം അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അത് മോളെ എനിക്കും അറിയില്ല. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്ന ഓർത്ത് എനിക്ക് പേടിയാവും. നോ 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 ടെൻഷൻ. റിലാക്സ് റിലാക്സ്. എന്താ മമ്മി, എന്തൊക്കെയുണ്ട്? കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? ഏയ് ദിവ്യ, ഒരുപാട് സുന്ദരിയായല്ലോ. യു ആർ ലുക്കിംഗ് ഗുഡ്. ഓ, കല്യാണ വസ്ത്രം കിട്ടിയിരിക്കുകയാണല്ലേ? എന്തെങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? ഓ, നിങ്ങൾ ഇവിടെ ഉള്ളത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ? പൂച്ചക്കിരുട്ടത്ത് പാൽ എവിടെ ഇരിക്കുന്നെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. ശിവന് 3 കണ്ണാണെങ്കിൽ എനിക്ക് കോടിക്കണക്കിന് കണ്ണുണ്ട് മോളെ. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കുറച്ച് ലേറ്റ് ആയാലും കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നല്ലേ. എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ കല്യാണം നിർത്തിവെച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതി വന്നതല്ല. നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നിർത്തിവെക്കാൻ മാത്രം ഞാൻ അങ്ങനെ ഒരു സാഡിസ്റ്റ് ഒന്നുമല്ല. ദിവ്യ ഒരു ബാങ്ക് മാനേജർ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം കേട്ടാ പിന്നെ നിങ്ങൾ മാത്രമല്ല ഞാനും ഒരുപാട് സന്തോഷിക്കില്ലേ? താളമേളങ്ങളോടുകൂടി എന്റെ ഭാര്യയെ മറ്റൊരുത്തിന്റെ ഭാര്യയായി കൈപിടിച്ച് കൊടുത്തിട്ട് അനുഗ്രഹിച്ചിട്ട് പോവാൻ വേണ്ടി വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. റിലാക്സ് റിലാക്സ് റിലാക്സ്. ഈ സ്ത്രീകൾക്ക് ടൈമിംഗ് സെൻസ് ഒട്ടുമില്ല. റിലാക്സ് റിലാക്സ് റിലാക്സ്. എടാ എടാ എടാ, ദിവ്യ കല്യാണത്തിന്റെ കാർഡ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടാവും, അതാ ലേറ്റ് ആവുന്നേ. ഈ കോളനിയിലെ മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ഞാനാണ്. ആദ്യത്തെ ഇൻവിറ്റേഷൻ എനിക്ക് തരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. തന്നെ പറ്റി താൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? താൻ ആരാവേ? ദേ നോക്ക്, താൻ അവിടെ ഇല്ലെങ്കിൽ ആ ഇൻവിറ്റേഷൻ ചുരുട്ടി ജനലിൽ കൂടെ അകത്തേക്ക് ഇട്ടിട്ട് പോകും. തനിക്കൊരു കാര്യം അറിയൂ മിലിറ്ററി, ഈ കോളനി തന്നെ ഏറ്റവും സുന്ദരനായിട്ടുള്ള യങ് കപ്പിൾ തലവൻ ഞാനാ. അതുകൊണ്ട് എനിക്ക് തന്നെ ആദ്യത്തെ കുറി തരുമെന്ന് ഇന്നലെ രാത്രി തന്നെ അവള് തീരുമാനം എടുത്ത് കഴിഞ്ഞല്ലോ. ആരാ പറഞ്ഞ? അങ്ങനെ പറയുന്നത് കേട്ടില്ലേ? ആദ്യത്തെ കല്യാണ കുറി ഐശ്വര്യമുള്ളവന് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവുന്നാ പറഞ്ഞത്. ആരാ അത് പറഞ്ഞേ? നിങ്ങളുടെ ഭാര്യ തന്നെ. എടോ മിലിറ്ററി, ഇവനെ പിടിച്ച് ഭാര്യ ഏത് നേരം നോക്കിയാലും എന്റെ ഭാര്യയുടെ പിന്നാലെ നടക്കുന്നത് മാത്രം ഇപ്പൊ എന്റെ പണി. എടോ, തന്റെ ഭാര്യയെ കുറിച്ച് ഇവൻ പറയുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നോക്കടാ, നീ ആരാണെങ്കിലും എന്തായാലും എന്ത് പിണ്ണാക്കായാലും എന്റെ മുന്നിൽ നീ വെറും വേസ്റ്റ് മാത്രമാ. ഈ കോളനിയിൽ എത്രയും പെട്ടെന്ന് വല്ലയിടത്തേക്കും പോകണം. ഇതെനിക്ക് സെന്റിമെന്റ്സ് ഉള്ള കോളനിയാ, ഞാൻ ഇവിടുന്ന് പോകില്ല. അപ്പൊ എന്റെ ഭാര്യയും കൂട്ടി ഞാൻ ഇവിടുന്ന് മാറിക്കോളാം. കല്യാണ ഗ്രൂപ്പ് ഈസ് കമ്മിങ്. കം ഓൺ കം ഓൺ ഐ സേ കം ഓൺ. ആദ്യ കല്യാണ കുറി ആർക്കാ കൊടുക്കുന്നേ? അയ്യോ, ഒന്ന് വേഗം പറ, സീൻ ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവല്ലേ? പോടാ, മാറി നിക്കടാ ഡയറക്ടർ. ആദ്യത്തെ കല്യാണക്കുറി എനിക്കല്ലേ മോളെ പോലെ ഇങ്ങനെ നിന്ന് കെഞ്ചാതറോ. ആദ്യത്തെ ആർക്ക് കൊടുത്താലും ഇവിടെയുള്ള എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാ. ഇതാ This is mine. എല്ലാവരും നോക്കിയേ, ആദ്യത്തെ കല്യാണക്കുറി വാങ്ങിക്കേണ്ട ആദ്യത്തെ ആൾ
ബന്ധത്തിലുള്ളവൻ, സ്വന്തത്തിലുള്ളവൻ എല്ലാം ഞാൻ തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ ആദ്യ കല്യാണക്കുറി ഞാൻ തന്നെ വാങ്ങിച്ചോളാം. സ്വന്തക്കാരനാണെങ്കിൽ ആദ്യത്തെ കുറി ഇവന് തന്നെയാ. ഇതിൽ പ്രത്യേകത എന്താന്ന് വെച്ചാ ദിവ്യയുടെ ആദ്യത്തെ കല്യാണക്കുറി അവളുടെ ആദ്യത്തെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി പോകുന്നതാ. ചെറുപ്രായത്തില് വീടൊക്കെ ഉണ്ടാക്കി കളിക്കുമ്പോ ദിവ്യയുടെ ഭർത്താവ് ഞാനായിരുന്നു. ആദ്യ ഭർത്താവല്ലേ? ചെറുപ്രായത്തിലുണ്ടായ ഭർത്താവ്. എന്റെ ഈശ്വര, യുദ്ധക്കളത്തിന് കാലിന്റെ അടി ബോംബ് പൊട്ടിക്കോലത്തുള്ള അവസ്ഥയായിപ്പോയി. ഒരു മിലിറ്ററി മാൻ ആയത് കാരണം എനിക്കത് സഹിക്കാൻ പറ്റും. തൂങ്ങി നിന്നേനെ. ശരി ശരി, വാ വാ. നടക്ക് നടക്ക്. ദിവ്യയുടെ കല്യാണം നമ്മുടെ കുടുംബത്തിലെ കല്യാണം പോലെ ഉണ്ട്. അങ്ങനെ തന്നെ ഇരിക്കണം. പെട്ടെന്നാവട്ടെ. എന്താ സാവിത്രി, എപ്പോഴും കൂടെ ഇരിക്കുന്ന പുരുഷൻ ഇന്ന് കാണുന്നില്ല? എങ്ക പോയി? ആർക്കറിയാം, രാവിലെ മുതൽ കാണുന്നില്ല. പോയി തൊലയട്ടെ. ടുഡേ ഐ എം വെരി ഹാപ്പി. നല്ല ഭാര്യ. ആ സാരില്ല. എന്താ സാരി? സോറി. എന്താടി ഉടുത്തിരിക്കുന്ന സാരി അഴിഞ്ഞു പോയാൽ പോലും അറിയാതെ നീ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് എന്തിനാ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ആണുങ്ങളില്ലല്ലോ. അതെ അതെ, ഞാനെങ്ങാനും ഇവിടെ കാണുമെന്ന് സംശയം. ലഡു ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പാക്കറ്റ് പിൻ ചെയ്യാന്നോർത്ത് വന്നതാ. പിന്നെ ചെയ്യാനൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. നീ എന്താ വലിയ പിൻ ചെയ്യാൻ പോവാ? ഞാനും പിൻ ചെയ്യും. പോടാ, നീ അവളുടെ പിന്നിൽ കിടന്ന് തീവണ്ടി ഓടിക്കുന്ന എന്തിനാ? പോടാ. നോ, ഇവിടെ നോക്ക് രാജപ്പൻ ചേട്ടാ, നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല. ഈ ലോകത്തില് ആരുടെയും ഭാര്യ ആർക്കും തന്നെ സ്വന്തമല്ല. ഇപ്പൊ പുരാണം നോക്കി, അതിലെന്താ? രാമന്റെ ഭാര്യയെ രാവണൻ അടിച്ചോണ്ട് പോയില്ലേ? ഇറ്റ് ഈസ് രാമായണം. അത് തന്നെ, രാവണന്റെ ഭാര്യയെ രാമൻ അടിച്ചോണ്ട് പോയ ദാറ്റ് ഈസ് ഹിമായണം. ദേ നോക്കു മോനെ, വില്ലന്റെ ഭാര്യയെ എന്തിനാണ് ഹീറോ അടിച്ചോണ്ട് പോകുന്നത്? അടിച്ചോണ്ട് പോയല്ലോ, അടിച്ചോണ്ട് പോയല്ലോ, അടിച്ചോണ്ട് പോയല്ലോ. അതാണല്ലോ എന്റെ പേടി. എവിടേക്ക് കൊണ്ടുപോയിന്നാ? ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഇതൊക്കെ സംഭവിച്ച സ്ഥലം പറ. എവിടെയാ നടന്നേന്ന് പറയട്ടെ. പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. പറയട്ടെ പറയട്ടെ, പാട്ട് പാടാതെ ഒന്ന് പറയടാ. ഈ കാണുന്ന ബുക്കില് എവിടെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, എങ്ങനെ നടന്നാൽ നന്നായിരിക്കും എന്നൊക്കെ ഈ കോളനിയിലുള്ള എല്ലാവരും ദിവ്യ പറയുന്നതിന് മുൻപ് എന്നോട് പറയണം. ഏയ് ദിവ്യ, നിനക്കറിയാമെങ്കിലും അതും എന്നോട് പറയണം. ഇല്ലെങ്കിൽ ഈ കോളനിയിലുള്ള എല്ലാവരോടും ഞാൻ തന്നെ പറയാം. ഞാൻ തന്നെ പറഞ്ഞോളാം. എന്തിനാടാ നീ അവളെ ദ്രോഹിക്കുന്നേ? നീ കാരണം അവളെ ഇഞ്ചിഞ്ചായി മരിച്ചോണ്ടിരിക്കുക. വീണ്ടും അവളുടെ ജീവിതം നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഇത്രയെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോയിത്താ. ഞാൻ മനുഷ്യനെ അല്ലാത്തത് കാരണം കൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകുന്നത്. എന്താ ശരിയല്ലേ? പാവം പട്ടിയെ പോലെ പിന്നെയും വന്നിരിക്കല്ലേ. പട്ടികളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതിന്റെ ചെവി തൂക്കി പുറത്തു കൊണ്ടെറിഞ്ഞ തലയും വാലും ഒക്കെ ആട്ടിക്കൊണ്ട് അത് അതിന്റെ തന്നെ വഴിക്ക് എവിടേക്കെങ്കിലും പൊക്കോളുന്നേ. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം ഇവിടെ സന്തോഷമായിട്ടിരുന്നാ മതിയോ? സെറ്റിലായാ മതിയോ? എനിക്ക് ജീവിക്കണ്ടേ? അതെ, ഞാൻ നിന്നോട് ചോദിച്ചിരുന്നില്ലേ അത്? കല്യാണത്തിന് മുൻപ് ഒരു രാത്രിയെങ്കിലും നീ എന്റെ ഭാര്യയായിട്ടിരിക്കണം. അത് മതി. നീ കെട്ടാൻ പോകുന്ന ബാങ്ക് മാനേജർ ഇല്ലേ, അവന്റെ അടുത്ത് പറഞ്ഞ് 25 lakhs 25 ലക്ഷം രൂപയുടെ ലോൺ എനിക്ക് വാങ്ങിത്തരണം. അവൻ എന്തിനാ നിനക്ക് തരുന്നേ? ഇതിനു വേണ്ടി. ഇതിനു വേണ്ടിയാ. എന്റെ ഹൃദയത്തിനകത്ത് തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന എന്റെ ഭാര്യയെ അവന് ഞാൻ വിട്ടുകൊടുക്കാൻ വേണ്ടി പോവല്ലേ. അതിനു വേണ്ടി. ഇപ്പൊ ഈ ഫോട്ടോ എങ്ങാനും ഈ കോളനിയിലുള്ളവർ കണ്ടു കഴിഞ്ഞാ എന്താ സംഭവിക്കുക? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഒരു ചെറിയ ഗെയിം കളിച്ചാലോ? വാച്ച് ആൻഡ് എൻജോയ്. യാഹൂ! ഹീറോയും ഹീറോയിനും ഒന്നിക്കുന്ന സമയത്ത് വില്ലനട കയറി വന്നു. അവനൊരു എവിഡൻസ് കിട്ടും. ലെറ്റ്സ് പ്ലേ ഗെയിം. അത് വെച്ചവൻ ഭീഷണിപ്പെടുത്താൻ നോക്കുക. ഈസ് ഇറ്റ്? യാ. എങ്ങനെയുണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ്? ജാക്സൺ, വേഗം വരൂ. വരുന്നു, ഇപ്പൊ കൊണ്ടുവരാം. ദിവ്യയുടെ കല്യാണത്തിക്ക് ഞാൻ നല്ലൊരു നെക്ലസ് പ്രസന്റ് ചെയ്യാൻ പോവാ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? നമുക്കും അത് തന്നെ ചെയ്യാം. കേരളവും തമിഴ്നാടും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്താടാ ഇത്, ലോട്ടറി ടിക്കറ്റ് ആണോ? ചേട്ടാ, ഷട്ട് അപ്പ്.
ചേട്ടാന്ന് വിളിച്ച് നീ എന്താ എന്നെ കളിയാക്കുക? സാറേന്ന് വിളിക്കടാ. മുകളിലിരിക്കുന്ന കേരളത്തിലെ തുണി താഴെ നമ്മുടെ തമിഴ്നാട്ടിലെ തുണി തുണി. തന്നാ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരണമെന്ന് അറിയില്ലേ? വഴിയിൽ ഇങ്ങനെ തന്നിട്ട് പോവാ. എന്താ സാറേ, നമ്മളൊക്കെ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ? എന്താന്ന് ഫാമിലി ഫ്രണ്ടോ? ഞാനൊരു VIP-യാ. നീ ഉന്തുവണ്ടിയും കൊണ്ട് നടക്കുന്ന ഒരു ദരിദ്രവാസി. നീ ഇങ്ങനെ പറഞ്ഞു നടന്ന നാട്ടുകാരെന്താ കരുതുക? എന്റെ ഭാര്യയുടെ ബന്ധുവാണെന്നല്ലേ വിചാരിക്കുക? വിചാരിക്കുന്നവര് വിചാരിക്കട്ടെ. ചെരുപ്പൂരി അടിക്കും ഞാൻ. എന്താ അവന്റെ കിറി നോക്കി ഇളിക്കുന്ന എന്തിനാ? പോടി പോടി. പോവല്ലേ? നിങ്ങളെ ആ തുണി എടുത്തിട്ട് പോ. എടി നിക്ക്. എന്താ? അവൻ എവിടെ വെച്ച് തുണി തന്നാലും വാങ്ങിക്കുമല്ലേ? ഏത് നേരം നീ എന്തിനാ അവനെ നോക്കി നിൽക്കുന്നേ? എന്ന് കരുതി റോഡിൽ നിന്ന് ബഹളം വെക്കണോ? എതിർത്ത് സംസാരിച്ച കൊല്ലും ഞാൻ. കൊന്നോളയോ? ആ. വാ. ഹ, വാന്നേ. എടി വെറി. നീ ഇത് പിടിച്ചേ. ആരോ എന്നെ വിളിച്ചേ? ദാ വരുന്നേ. സോറി മൈ ഫ്രണ്ട്, ദിസ് ഈസ് മൈൻ. ഇതെന്റെ ഭാര്യയുടെ ഫോട്ടോ. ഞാൻ ഒന്ന് കാണട്ടെ. ഇങ്ങ് തന്നെ പ്ലീസ്. ഒന്ന് താന്നേ, ഞാൻ കാണട്ടെ. ഹാ, ഒന്ന് താന്നേ. കണ്ടില്ലേ, വെറുതെ കേറിപ്പോയില്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങതാ, ഞാൻ കണ്ടിട്ട് തിരിച്ചു തരാം. എന്റെ ഭാര്യയെ നിന്റെ കല്യാണം നടക്കുന്നതിന് മുൻപ് ഞാൻ കാണിച്ചു തന്നേക്കാം. ഇതെന്നെ പ്രോമിസാ. വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. ഓരോ ദിവസം അമ്മയുടെ മോൻ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോ ഞാൻ ആകെ ഇല്ലാതായി പോവുക. എനിക്ക് കല്യാണം വേണ്ട അമ്മ. ഈ കാര്യങ്ങള് ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം വേണ്ടാന്ന് വെക്കാം അമ്മ. എന്തിനു വേണ്ടെന്ന് വെക്കണം? നോക്കുമോളെ, ഇങ്ങനെയുള്ള സമയത്ത് നീ നിന്റെ മനസ്സ് തളർത്തുവല്ലേ വേണ്ടത്. ഈ കല്യാണം നടന്നേ പറ്റും. അമ്മയുടെ മോൻ അതിന് സമ്മതിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഈ കല്യാണം മുടക്കാൻ വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോവും. ഞാൻ നിങ്ങളുടെ മരുമകളാണെങ്കിൽ പോലും എന്നെ സ്വന്തം മകളായിട്ടല്ലേ അമ്മ കണ്ടിട്ടുള്ളൂ. സ്വന്തം മോനെക്കാളും എന്നെയല്ലേ അമ്മ സ്നേഹിച്ചത്. അതുകൊണ്ടല്ലേ ഈ ഒരു കല്യാണത്തിന് സമ്മതം മൂളാൻ അമ്മ എന്നെ നിർബന്ധിച്ചത്. എനിക്കത് മതി. അമ്മയുടെ ഈ സ്നേഹത്താണല്ലോ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിച്ചോളാം. ഈ ഒരു കാര്യം ജീവയോട് പറയാതിരുന്നതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ജീവയോട് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പോവാ. മോളെ, ഞാൻ പറയുന്ന കേൾക്ക്. ദയവേത് അമ്മേനെ തടയരുത്. വാ പോവാ. കേട്ടു, പറഞ്ഞതെല്ലാം കേട്ടു. ആ പൃഥ്വി എന്നാണ് ഈ വീട്ടിൽ വന്ന് കയറിയത്? അന്ന് മുതലേ അവന്റെ കാര്യത്തിലൊരു സംശയം എനിക്ക് തോന്നിയതാ. അന്ന് തന്നെ അവനും നിങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ പേരിൽ അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതൊക്കെ സത്യാവും ചെയ്തു. പക്ഷെ ഇങ്ങനൊരു കഥ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രസവിച്ച മകനെ വേണ്ടാന്ന് വെച്ച് മരുമകളെ മകളായി കണ്ട് ദിവ്യയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട്. യു ആർ റിയലി ഗ്രേറ്റ്. കെട്ടിയ താലിയുടെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരിക്കലും നശിക്കരുതെന്ന് നിങ്ങൾ ഇപ്പം എടുത്ത ഈ ഒരു തീരുമാനമുണ്ടല്ലോ, അതിൽ യാതൊരു തെറ്റുമില്ല അമ്മേ. ദിവ്യയെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദിവ്യയുടെ ഒരു തരി സ്നേഹം പോലും കുറഞ്ഞിട്ടില്ല, വീണ്ടും കൂടിയിട്ടേ ഉള്ളൂ. സബാഷ് സബാഷ് ബ്രദർ സബാഷ്. ഈ കഥയെക്കുറിച്ചെല്ലാം അറിഞ്ഞിരുന്നിട്ടും നീ കെട്ടാൻ പോകുന്ന പെണ്ണിന് മറ്റൊരു ഭർത്താവുണ്ടെന്ന് അറിഞ്ഞിരുന്നിട്ടും അവളെ കല്യാണം കഴിക്കാമെന്ന് നീ എടുത്ത തീരുമാനമുണ്ടല്ലോ, അത് സമ്മതിക്കാതെ. നിന്റെ ഈ വലിയ മനസ്സിന്, ഈ ത്യാഗത്തിന് എന്റെ ഭാര്യയെ നിനക്ക് ഞാൻ പാരിതോഷികമായി തരുന്നു. എടുത്തോ 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 എടുത്തോ. സത്യമായിട്ടും ദിവ്യ എന്റെ ഭാര്യയാണെന്നുള്ള കാര്യം നമ്മുടെ 4 പേരുടെയും മനസ്സിൽ തന്നെ വെച്ചിട്ട് ഇല്ലാതാക്കി കളഞ്ഞേക്കാം. എന്റെ അമ്മ അറിഞ്ഞിട്ട് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ, എന്റെ ജന്മദിവസം തന്നെ നിങ്ങളുടെ കല്യാണം പ്ലാൻ ചെയ്തിരിക്കുക. നിന്റെ കല്യാണത്തിന് എന്റെ ഭാര്യയെ തന്നെ സമ്മാനമായിട്ട് തരാൻ പോവാ. അപ്പൊ എന്റെ ജന്മദിനത്തിന് നീ തിരിച്ച് എനിക്കെന്തെങ്കിലും തരണ്ടേ? അതിനു വേണ്ടിയാ ഇത്. എന്താ ഇത്? എന്റെ അച്ഛൻ എന്നെ വിട്ടിട്ട് പോയി. എന്റെ ഭാര്യയാണെങ്കിൽ നീ കൊണ്ടുപോകാനും പോവാ. ഇനി എന്റെ ജീവിതത്തിൽ ആരാ? ജീവിക്കാൻ എന്താ ഒരു വഴി? നീ എനിക്ക് തരാൻ പോകുന്ന ബാങ്ക് ലോണിന് ഞാൻ നിനക്ക് തരുന്ന ആപ്ലിക്കേഷൻ. മാനേജർ സാർ, ഈ ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന പൈസ കല്യാണത്തിന് മുൻപ് എന്റെ കയ്യിൽ കൊണ്ട് തന്ന മാംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞ് പുഷ്പാർച്ചനയും ചെയ്തിട്ട്
ഞാൻ എന്റെ പാട്ടിനങ്ങ് പോയേക്കാന്നേ. ഇല്ല എന്നുണ്ടെങ്കിൽ പുഷ്പാർച്ചന ചെയ്യുന്നത് പോലെ ഈ രഹസ്യം ഞാൻ എല്ലാവരോടും ചെന്ന് പറഞ്ഞിട്ട് നാറ്റിച്ചിരിക്കും. എന്താടാ നീ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? എന്റെ ഭാര്യയെ നിനക്ക് തരുന്നതിന് സമ്മാനം ചോദിക്കുന്നതാ. തന്നില്ലെങ്കിലോ? ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. എടാ ഇനി ഈശ്വരൻ തന്നെ വേണ്ടാന്ന് വെച്ചാലും ഈ കല്യാണം നടന്നിരിക്കും. ഈശ്വരനെ കൊണ്ട് തടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ കല്യാണം ഞാൻ തന്നെ തടുക്കൂടാ. നീ ആരാണ് സംസാരിക്കുന്നത്? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കല്യാണം നീ തടുത്ത് കാണിക്കണം. എടാ നീ മനസ്സിൽ കുറിച്ചു വെച്ചോ, ഞാൻ വെല്ലുവിളിക്കുക. ഈ കല്യാണം നീ എന്നല്ല മറ്റാര് തന്നെ വിചാരിച്ചാലും തടുക്കാൻ പറ്റത്തില്ല. ഈ കല്യാണം നടന്നിരിക്കും, അത് എന്ത് ചെയ്തിട്ടായാലും. സോറി ഫോർ ദ ബ്രേക്ക്. ഇങ്ങനെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ എന്താവും? കല്യാണം കഴിച്ച ഭർത്താവിനെ ചതിച്ചിട്ട് മറ്റൊരുത്തന്റെ ഭാര്യയായി പോയി കഴിഞ്ഞാ അതാണ് നമ്മുടെ പാരമ്പര്യം. ഇവിടെ ഈശ്വര, സ്വന്തം മകനെ തന്നെ എന്റെ ഈ കൈ കൊണ്ട് കൊല്ലേണ്ട അവസ്ഥ എനിക്ക് എന്തിനാ ഈശ്വര തന്നത്? എന്താ പറ്റിയ അമ്മേ? അമ്മേ മോളെ, അമ്മ എന്താ പറ്റിയ? പൃഥ്വി ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തില് തടസ്സമായിട്ട് വരില്ല. ഞാൻ പ്രസവിച്ച മകനെ വിഷം കൊടുത്ത് ഞാൻ തന്നെ കൊന്നു. അവനെ പ്രസവിച്ചെന്ന തെറ്റിന് ഞാനും വിഷം. ജീവിത വീതിയിൽ വേദനയോ ഓർമ്മകളായിടും നൊമ്പരമോ അമ്മ നെഞ്ചകം നൊന്തു പാടിടും പ്രാർത്ഥന ഗീതകമോ മകളണിയും പൂത്താലി